ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് അതാണ് ഗൈസ്. നോക്കൂ, ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് അങ്ങനെ സ്ഥലത്തിന്റെ പേരായിട്ടാ ഹൊഗ്ഗനകൽ വാട്ടർഫോൾസിന്റെ തൊട്ടടുത്താണ്. നമ്മൾ അങ്ങനെ ഇന്ന് പോവുകയാണ് തെങ്കാശിക്ക്. ഓ ഗൈസ് നോക്കൂ, ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് അതായത് ഏതാണ്ട് 600 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് തെങ്കാശിക്ക്. ഇന്ന് നമ്മൾ തെങ്കാശിക്ക് വണ്ടി ഓടിക്കുന്നതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഗൈസ് നോക്കൂ, അതായത് ഈ കാണുന്ന ഹോട്ടലിന്റെ തൊട്ട് ഫ്രണ്ടിൽ ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിൽ നിന്ന് നോക്കാൻ നേരത്ത് കാണുന്ന രാവിലത്തെ അതിമനോഹര കാഴ്ച, അതായത് ഓ ഗൈസ് നോക്കൂ, അതായത് 9 മണിയാകുമ്പോ എന്താണ് കാണുന്നത്? കോട നിറഞ്ഞു നിൽക്കുന്നു. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാണ്. ഞങ്ങളുടെ ബാഗ്, ടൂൾസ്, സാധനങ്ങളെല്ലാം എടുത്തു. ഇത് അവിടെ ബാഗ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരെ വണ്ടിയിലേക്ക് പോകണം. വണ്ടിയിലേക്ക് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം കേട്ടോ. ബിന്ദു എവിടെ? അതെ ബിന്ദു, ഇതാണ് ഇനി മുതൽ നിങ്ങളുടെ ബിന്ദു. ഗൈസ് നോക്കൂ, അപ്പൊ നേരെ നമുക്ക് താഴോട്ട് പോവാം. എല്ലാത്തിലും ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. റൂമിന്റെ തൊട്ട് സൈഡിലുള്ള ഈ പാർക്കിങ്ങിലാണ് ഇവിടെ എല്ലാരും പോകാൻ നേരത്തെ ഒരു സാധനം ചെയ്യും. അത് എന്താണെന്ന് അറിയാൻ പറ്റുമോ? ടിപ്പ്. അവൻ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ അവൻ നമ്മളോട് ടിപ്പ് വെച്ചു. അവൻ ഈ കസാരെ കുത്തിയിരുന്നത് ഞങ്ങൾ ടിപ്പ് വെച്ചു. ഗൈസ് എന്ന് പറഞ്ഞാൽ സാധാരണ മനസ്സറിഞ്ഞ് നമ്മൾ കൊടുക്കണ്ടേ? ഇവിടെ ചോദിച്ചു എന്തെങ്കിലും ചെയ്താൽ നമ്മൾ കൊടുക്കണം. വേറെ കേസ് ഞാൻ പറയട്ടെ ചേട്ടാ, ഇവിടെ ഉള്ളവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം ഉണ്ട് കേട്ടോ. കാരണം 10,000 ഇവരൊക്കെ പണിയെടുക്കും. കാരണം ഇവിടെ നല്ല രീതിയിൽ ടൂറിസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ഭയങ്കര ഡെവലപ്ഡും ഭയങ്കര റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആളുകൾ. വേണ്ട, ഒരു 3 ആള് തിരുമ്മി കഴിഞ്ഞാൽ അത്രയാ ഒരു 10,000 രൂപ കിട്ടി അല്ലേ? ആ വലിയ തിരുമലി തിരുമ്മി കഴിഞ്ഞാൽ. നോക്കൂ, ഫൈനലി ടുഡേ our special Tengashi ride is starting. Yeah. Guys, today our location is Tengashi. This starting in Tengashi. How much kilometer Tengashi? Network is മോശം. ഫ്രണ്ടിലെ ഗ്ലാസ് നോക്കി ഭയങ്കര മോശമായിരുന്നേ. ഫുൾ ഒന്ന് അടിച്ച് കഴുകുവാണ്. സൂപ്പർ ആയിരിക്കും അല്ലല്ലേ ഇവനെ? അതെന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വെയിലിന്റെ വശത്തോട്ടല്ലേ പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കൽ പാടായിരിക്കും. എത്ര വർഷം വരുമായിരുന്നു? വലിയ പ്രശ്നമില്ലായിരുന്നു. നമുക്ക് ഇവിടെ എത്ര ഉണ്ടെന്നറിയോ? 474 കിലോമീറ്റർ 9 മണിക്കൂർ. കിലോമീറ്റർ ഉണ്ടോ അല്ലേ? യെസ്, 4 വരി ആയാൽ മതിയായിരുന്നു കേട്ടോ. എൻ്റെ മാപ്പിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് മാപ്പ് എപ്പോഴും ഈ 2 വരി കൊണ്ട് ഇടക്കൊണ കാണിക്കും. അല്ല, ഇടക്കൊണ കാണിക്കാൻ എന്തോ ഓപ്ഷൻ ഉണ്ട്, ഓഫ് ആക്കിയാൽ മതി. ഗൈസ്, ഇവിടുത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ശ്രദ്ധിച്ചു. ഇങ്ങനെയൊക്കെ നോക്കിയില്ലേ വന്ന് കയറും കേട്ടോ. അതായത് വൺ ടൈം ഒറ്റ പ്രാവശ്യം വന്ന് കാണാൻ പറ്റിയ സ്ഥലം. ഒരേ ഒരു പ്രാവശ്യം നല്ല സ്ഥലം. അതെ, ഒരു പ്രാവശ്യം ഒരു ദിവസം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അതിമനോഹരമായ. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് നിങ്ങൾ തിരുമാൻ വരാൻ നേരത്ത് ശ്രദ്ധിച്ച് തിരുമണം. കാടുള്ളവരുടെ തിരുമുള്ളൂ. പകുതി ആൾക്കാരും പൂസാണ്. അപ്പൊ അത് നോക്കിയൊക്കെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. എന്തായാലും ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇങ്ങോട്ട് തിരിയുന്നതാണ് നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസ്. നമ്മൾ നേരെ ഈ കാണുന്ന ഉൻസൂർ റൂട്ടിലേക്ക് പോകുന്നത്. അതായത് സേലത്തിൽ ഇവിടുന്ന് 89 കിലോമീറ്റർ ഈ റൂട്ടിലേക്കാണ് നമുക്ക് പോകേണ്ട. 2 വരിപ്പാത തോന്നട്ടോടാ. ഇത് 2 വരിപ്പാത. ദൈവാനുഗ്രഹത്തിന് ക്ലാസ് പോയില്ല കേട്ടാ. അടിച്ചതാ ഞാൻ ടയർ പൊട്ടിയതാണ്. അയ്യോ, എന്തോ ദൈവാനുഗ്രഹം. ആ മേളത്തെ ആ മരത്തിന്റെ കാവ് നന്നായിട്ട് അടിച്ചിട്ട് ഗ്ലാസ് പോറിയോടാ. പോറി അത് നോക്കണ്ട. എന്തായാലും ഗ്ലാസ് മാറണ്ട കേട്ടോ. എന്തായാലും ഗ്ലാസ് മാറണം. അവിടെ ചിഹ്നലുണ്ട് ഇതിന്. നമുക്ക് പോകുന്ന വഴി സൂപ്പർ ആട്ടോ. അപ്പുറം ഫുള്ള് പുളിമരവാ. എല്ലാ വശത്തും ആ രീതിയിലുള്ള സെറ്റപ്പാ. അതായത് 2 വരി കേട്ടോ. വലിയ തിരക്കുണ്ടോന്ന് ചോദിച്ചാൽ വലിയ തിരക്കൊന്നുമില്ല. അത്യാവശ്യത്തിന്റെ തിരക്ക്. അതെങ്ങനെ മനസ്സിലായ? പോസ്റ്റില് ഫോട്ടോ ഉണ്ട്. ഇറങ്ങൂന്നുള്ള ആ ഫോട്ടോ എടുത്ത് ഇന്ന രീതിയിലുള്ള ഡിങ്കു പുലി ഇന്ന വഴിയിൽ ഇറങ്ങുന്ന എഴുതിയിട്ടുണ്ടോ? അല്ല, അതിനകത്ത് സുശീല ആന വന്ന് വണ്ടിയെ കുത്തും. അങ്ങനെ എഴുതിയേക്കുന്നത് ആണോ? ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ സാപ്പിട്ടില്ല. സാപ്പാട് നമുക്ക് കഴിക്കാൻ സമയമായിട്ടോ. രാവിലെ നമുക്ക് ഇന്ധനം കിട്ടിയില്ല. അതെ, രാവിലെ നമുക്ക് ഏതായാലും നല്ല ട്രഡീഷണൽ തമിഴ്നാട് ഫുഡ് കഴിക്കാം. ഓതന്റിക് ആയിട്ടുള്ള വാടകയിലെ കിട്ടിയ ദോശ, ഇഡ്ഡലി. കേരള ഫുഡ് എവിടെയെങ്കിലും കിട്ടിയാൽ അത് കേരളത്തിൽ പോയി വീട്ടിൽ പോയാൽ ഇവിടെ കിട്ടൂല. വീട്ടിൽ പോകേണ്ടി വരും. എന്ത് രസം, എന്ത് പ്രകൃതി ഭംഗിയാ നിങ്ങൾ നോക്കിയാൽ. തമിഴ്നാടിന്റെ ഓരോ ഗ്രാമവീഥികളും അല്ലെ പച്ചപ്പ്. തമിഴ്നാട് ഈസ് എ പച്ചപ്പ്. തമിഴ്നാടിന്റെ ഗ്രാമപ്രദേശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക രസം, പ്രത്യേകിച്ച് ടൗണിൽ എത്താൻ നേരത്ത്. അതായത് ഇങ്ങനെ പുളിമരം കിടപ്പുണ്ടാവട്ടെ. ഇതെനിക്കൊന്ന് സർക്കാരിന്റെ ആണെന്ന് തോന്നുന്നത്. സർക്കാർ തണലിന് വേണ്ടി വെച്ച് പിടിപ്പിച്ചേക്കുന്ന പണ്ട് കാലത്ത് സർക്കാർ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. എന്ത് രസം നോക്കി. ഇങ്ങനെ പച്ച നിറത്തില് കൃഷി കണ്ടോ. ഒരു കൊല്ലം നോക്കിയാൽ എന്ത് രസമാണ്. പോകുന്ന വഴിക്കെല്ലാം തെങ്ങ്, അടയ്ക്കാമരം, പച്ചപ്പ് നിറഞ്ഞ നല്ല കിടിലൻ ലുക്കാട്ടോ തമിഴ്നാടിന്റെ
ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞാൽ കല്യാണം നോക്കിയവനെ ഇതേ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമീണ കല്യാണം ഓട്ടോ കാണുന്നത്. അവനെ മുന്നിൽ നോക്കി ഫുള്ള് തക്കാളി. ആഹാ, തക്കാളി കൃഷിയാണോ? തക്കാളി കൃഷി. ആ ഗൈസ്, നല്ല രസം. നോക്കിയേ, ആൾക്കാരൊക്കെ നടന്ന് കല്യാണത്തിന് വന്ന് നോക്കിയാൽ ഇവിടുത്തെ മുത്ത് കൗണ്ടർ വന്നു കേട്ടോ. എൻ്റെ ദൈവമേ ഗൈസ്, നോക്കൂ, ഫൈനലി ഞങ്ങൾ ഒതന്റിക് ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തി. അവിടെ ഒതന്റിക്കിൽ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചെറിയ സംശയമുണ്ട്. അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ എവിടെ നിന്ന് ഒപ്പിച്ചു? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വയസ്സായ ആൾക്കാർ നമ്മുടെ കുത്തിരി പിടിക്കും. അതായത് ഇവിടെ നല്ല കിടിലൻ ഭക്ഷണം കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഞാനും എൻ്റെ അനിയനും ദീപിച്ചേട്ടനും കൂടെ ഇതാ ഇങ്ങോട്ട് മന്ദം പൊറോട്ട ഇருக்கு, ദോശ ഇருக்கு. ഇത് നമുക്ക് വിറകൊക്കെ ഇട്ടാക്കുന്ന വിറകിലുണ്ടാക്കുന്നുണ്ടോ? ഇത് സ്കൂളാണ്. അമ്മയ്ക്ക് നല്ല ഒതന്റിക് ആയിട്ടുള്ള തമിഴ്നാടൻ സ്റ്റൈല് ദോശ. ഇത് ദോശ. ഇന്നലെ നമ്മൾ കഴിച്ചതെന്നറിയാമോ? ഇന്നലെ കഴിച്ച സെറ്റപ്പ് ഇല്ലായിരുന്നു കേട്ടോ. ഇത് നല്ല ഒതന്റിക് ആയിട്ടുള്ള സാധനമാണ്. 3 ദോശ, നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടട്ടെ. അതുകൂട്ടി ഒരു കഴിപ്പ് കഴിക്കണം. നിങ്ങൾക്കൊക്കെ ഓംലേറ്റ് വേണേൽ പറഞ്ഞു കേട്ടോ. എന്ത് വെങ്കായം കുറച്ച് വേണം അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ. എനിക്ക് ഓംലേറ്റ് വേണ്ട. ദീപിച്ചേട്ടനോ? ഓംലേറ്റ് ആണോ അതോ മറ്റേ ബുൾസയാണോ? ഒരു ഹാഫ് ഓയിൽ, ഒരു കൽക്കി, ഒരു ഹാഫ് ഓയിൽ. ഓ, നല്ല കിടിലൻ ദോശ കേട്ടോ, നല്ല ദോശ. ഇവരെല്ലാം ദോശ തിരിച്ചിടും. കോയമ്പത്തൂരില് വെജിറ്റേറിയൻ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഓരോ ജില്ലകളിലും ഓരോ ടൈപ്പ് ഭക്ഷണമാണ്. അതാ അമ്മച്ചി പറയുന്നത്. ഓരോ ജില്ലകളിൽ ഓരോ ടൈപ്പ്. ഇതാ കോയമ്പത്തൂര് കറിയെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ആളെ വെച്ചിട്ടൊന്നും ഇതാകുന്നില്ല. அதான் சம்பவம். மத்தியான சாப்பாடு இங்கே சாப்பாடு இருக்கா? മധ്യാഹ്നം 1 മണി. ഗൈസ്, നമ്മൾ കൽക്കി കഴിക്കാം കേട്ടോ. സിംഗിൾ ഒരു കൽക്കി എന്ന് പറഞ്ഞാൽ ഗ്രേവി ഒഴിക്കും കൊഞ്ചം. കമ്മി. കൊഞ്ചം ഗ്രേവി ഒഴിച്ചിട്ട് ഇങ്ങനെ ഇട്ട് അടിക്കും. ഗ്രേവി ഇട്ട് അടിച്ചിട്ട് അതിങ്ങനെ എന്താ പറയുക, വൺ സൈഡ് പോലെ തരും കേട്ടോ. നല്ല രസമാണ്. ഞാൻ ഈ തമിഴ്നാട്ടിലാണ് ഈ സാധനം മെയിനായിട്ടുള്ളത് കേട്ടോ. ഇതുണ്ടോ, ഇതേപോലെ അണ്ണൻ ഇത് തന്നെ സാധനം. അതുകൊണ്ട് ഇങ്ങനെ ചിക്കി സാധനം സെറ്റപ്പ് ചെയ്ത് തരും. നല്ല ടേസ്റ്റാ. എങ്ങനെയുണ്ടാ? ഞങ്ങളെ വധിക്കുന്ന തോന്നുന്നു. എന്നാടല്ലേ എങ്ങനെയുണ്ടാ? കുഴപ്പമില്ല. പുള്ളിക്കാരുടെ വിഷമം എന്നാ മനസ്സിലാക്കാം. കേരളത്തിലെ ഹോട്ടലില് മറ്റേ കറിയൊക്കെ തന്നെ മേടിച്ച് കഴിക്കണമെന്ന്. ഇവിടെ ഇതെല്ലാം കഴിക്കുന്നത് ഇപ്പോൾ ദോശ വാങ്ങിക്കഴിഞ്ഞാൽ ചട്നി സാമ്പാറെല്ലാം ഫ്രീയാ. നമ്മുടെ എല്ലാം എക്സ്ട്രാ പൈസ കൊടുത്താൽ വേണ്ട. അതൊരു പറയുന്നത് അങ്ങനെ പൈസ കൊടുക്കണം. ഇതാണ് കലിക്ക് കേട്ടോ. നല്ല രസമുണ്ട്. നല്ല ദോശ, നല്ല സാമ്പാർ. പിന്നെ നമുക്കിപ്പം തമിഴ്നാട് ഫുഡ് ഇഷ്ടപ്പെടുമോ? നമ്മുടെ ഭക്ഷണമല്ലേ ഏറ്റവും ഇഷ്ടം. തമിഴ്നാട് ഫുഡ് കുഴപ്പമില്ല. സാമ്പാർ കൊള്ളാം കേട്ടോ. നല്ല സാമ്പാറാ. நம்ம வந்து இதுதான் நம்ம தொழில். அதல்லே நம்ம வந்து டிராவல் பண்ணது. அதல்ல வேற டைப். இந்த மாதிரி ஊர் எல்லாமே சுத்தி பார்த்து அந்த மாதிரி. இங்க ஒரு வாட்டர் ஃபால்ஸ் இல்லையா? உங்களா என்ன பொங்கனா? உதர் சுத்தி பார்க்குது. அதுக்கப்புறம் தெங்காசி போகுது. இதுதான். ഓക്കെ, ബൈ. കാശിന്റെ എവിടെ വേണേലും പോവാന്ന്. 5 മിനിറ്റ് നേരത്തേക്ക് നമ്മളെ പാസ്റ്റർ ആക്കി കേട്ടോ. അതായത് ഒരു അമ്മച്ചി ഭക്ഷണം ചോദിച്ചു വന്നപ്പോൾ അവർ കൊടുത്തില്ല. അപ്പം ഞങ്ങൾ ഭയങ്കര വിഷമായി പുറത്ത് ഇവിടുന്ന് മുട്ടായി മേടിച്ചിട്ടാണ്. നല്ല സൂപ്പർ ഫുഡ് കേട്ടോ. അതായത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സാമ്പാർ, പരിപ്പ് സാമ്പാർ ഗൈസ്. ഇനി ഉച്ചക്ക് സാമ്പാർ ഇപ്പം മനസ്സിലായി. നമ്മൾ യാത്ര ആദ്യം ഇത്ര നല്ല ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ ആ ട്രഡീഷണൽ ഒതന്റിക്ക് നോക്കി കയറിയതാണ്. ഇനി ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയും സൂപ്പറായാൽ അതിമനോഹരമായിരുന്നേനെ. ഉച്ചയ്ക്ക് ബിരിയാണി സാപ്പിടണം. തമിഴ്നാട് ഒതന്റിക് ബിരിയാണി. ശരിക്കും ചോറില്ലേ, ചോറിൻ്റെ കൂട്ടത്തിൽ ആ സാമ്പാർ വേണം കിടക്കാച്ചിയായിരിക്കും.
അതെ അതെ സൂപ്പർ ആയിരിക്കും അല്ലേ? സൂപ്പർ ആയിരിക്കും. ഗൈസ് നോക്കൂ, ഇനി നമുക്ക് വെറും 7 മണിക്കൂറും 25 മിനിറ്റും നമുക്ക് കുറച്ചു നേരം കൂടി ഒരു 4 വരിപ്പാത കിട്ടിയിരിക്കുകയാണ്. 4 വരിപ്പാത കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പരമാവധി കിലോമീറ്റർ നമുക്ക് ഓടി പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പറ്റും അല്ലേ ഇവരെ? യെസ്, അതായത് നമ്മൾ ഈ പല സ്ഥലത്ത് ഈ ഊടുവഴി കയറിയത് കൊണ്ട് ഈ മാപ്പ് ഏകദേശം അങ്ങനെ സെറ്റ്. അതായത് നമ്മൾ ഒരിക്കലും നല്ല വഴി വിടത്തില്ല, ഈ ഊടുവഴി കയറ്റിയേ നമ്മൾ വിടത്തുള്ളൂ. എങ്ങനെയാകുമെന്ന് ഫ്രണ്ടിലേക്ക് പോകാൻ നേരത്തെ അറിയത്തുള്ളൂ. അപ്രോക്സിമേറ്റ് നമുക്കിനി 412 കിലോമീറ്റർ ഉള്ളൂ. ഇന്ന് നമ്മൾ ഓടി പിടിക്കും എന്തായാലും. നമുക്ക് സമയം ഇത്രയല്ലേ ആയിട്ടുള്ളൂ. ആകെ 10:48 ആയതേ ഉള്ളൂ. നമുക്കൊരു 12 മണി 8 മണി 8:30 ആകുമ്പോൾ നമ്മൾ തെങ്കാശിയാ. ഓ റീച്ചിങ് സൈഡിലൊക്കെ നിർത്തിയല്ലേ ഇവനെ പോവാ. ഭക്ഷണം കഴിക്കാണ്ട് അങ്ങനെ സമയം പോകും. ലോക്കലി പാസ് അവൈലബിൾ ഇൻ അഡ്മിഷൻ 100 പിഴിഞ്ഞ് കഴിഞ്ഞാടാ 100 അല്ല 200 ആയി അവിടെ. 100 150 മൾട്ടിപ്പിൾ ജേണിക്കാം. മന്ത്ലിക്ക് എത്രയാ? മന്ത്ലി 2950 രൂപ കേട്ടോ. പിന്നെ തമിഴ്നാട് ടോളിന് അത് പൈസ കുറവല്ലേ? ഇതിന്റെ മുതലാളിയൊക്കെ പിഴിഞ്ഞ് മടുത്ത് കാണും. എത്ര വർഷം റോഡായിരിക്കും. നല്ല തിരക്കുള്ള ടോൾ ബൂത്തും കൂടി കേട്ടോ ഇത്. റോഡിന്റെ വണ്ടി തമിഴ്നാട്ടിലെ റോഡിൽ കൂടെ ഭയങ്കര തിരക്കാട്ടോ. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ബൈക്കുകൾ ശ്രദ്ധിക്കണം. എപ്പോഴാണ് എങ്ങോട്ടാണ് ഇവര് കയറുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇത് പറയാൻ വേണ്ടി തന്നെ ലിവിൻ 10 പ്രാവശ്യം റിഹേഴ്സൽ എടുത്തു. അത്ര പറയാം അല്ലേ? 1000 പ്രാവശ്യം പറഞ്ഞു പഠിച്ചു. നല്ല തിരക്കാട്ടോ. ഇത് 2 വരിപ്പാത ആയതുകൊണ്ടാണോ ചെറിയ സംശയമുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഈ ബൈക്കുകളും സെൻട്രൽ ഇട്ടാ ഓടിക്കുന്നത്. അല്ലേ പിന്നെ നമ്മൾ ഇന്നലെ തുടങ്ങിയതല്ലേ തമിഴ്നാട്ടിൽ കയറിയത്. അന്നപ്പം തൊട്ട് നല്ല തിരക്കല്ലേ റോഡ്, ഹൈവേയിൽ നല്ല തിരക്കാ. നമ്മുടെ നാട്ടിലും ഈ കളർ കോഡ് ഒന്നും വന്നില്ലായിരുന്നു. പ്രൈവറ്റ് ബസ് ഏകദേശമൊക്കെ ഇങ്ങനെ നിന്നാൻ കേട്ടോ. അവൻ പറയുന്നത് അവൻ അവിടെ നിന്ന് നിൽക്കുന്ന രീതി പിടിക്കുന്നതായിരിക്കും. അതായത് നല്ല മഞ്ഞ നിറത്തില് നല്ല കിടിലൻ ലുക്കുള്ള വണ്ടി. നമ്മുടെ നാട്ടിലും കളർ കോഡ് ഒന്നും വന്നില്ലായിരുന്നു. നമ്മുടെ പ്രൈവറ്റ് ബസ് ഏകദേശം ഇങ്ങനെ വന്നു. ടൂറിസ്റ്റ് ബസ് മാത്രമല്ല, പ്രൈവറ്റ് ബസ്സും കേരളത്തിലായിരുന്നു ഏറ്റവും സൂപ്പർ കേട്ടോ. പിന്നെ ഇതിനെങ്ങനെ സംഭവം എന്ന് പറയാം, ഇതിനൊക്കെ ഒരു പെർമിറ്റ് വാങ്ങണം. 1 കോടി 2 കോടി രൂപ കൊടുക്കണം തമിഴ്നാട്ടില്. അത്ര ലാഭകരമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ വണ്ടി ടേക്ക് ഓവർ ചെയ്യണമെങ്കിൽ ഈ പൈസ കൊടുത്തിട്ടൊക്കെ ഇവിടുത്തെ കർണാടക KSRTC ഇത് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ വേറെ കേസും കൂടെ ഉണ്ട്. 59 സീറ്റും പരമാവധി ആളെ കയറ്റി നല്ല കളക്ഷൻ ഉണ്ട് ഈ വണ്ടിയുടെ അകത്ത്. നന്നായിട്ട് തമിഴ്നാട്ടിൽ ബസ്സിന്റെ അകത്ത് ആളെ കയറും. മറ്റ് കളക്ഷൻ അല്ല കേട്ടോ, പൈസ കളക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിച്ചത് അല്ലേ? അതെ. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത അറിയാമേ, ഇത് അപകടത്തിൽപ്പെടില്ല. അതിന്റെ പുറകിൽ വെള്ള പെയിന്റ് അടിച്ചിട്ട് അതിന്റെ ഉത്തരവാദിത്വം മൊത്തം നിങ്ങൾക്കാണ്. ശരിക്കും ഉണ്ടല്ലോ, ശരിക്കും ആൾക്കാർ മനസ്സിലാക്കാത്തതുകൊണ്ട് അങ്ങനെയല്ല അതിന്റെ സംഭവം. അതായത് ഇവർ അസോസിയേഷൻ വഴി ഇത് പറഞ്ഞിട്ട് തന്നെയാണ് ഈ കളർ കോഡ് എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നത്. അപ്പോൾ ഈ അസോസിയേഷനിൽ അങ്ങനെ വലിയ രീതിയിലുള്ള എന്താ പറയുക സമ്മർദ്ദമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവർ ഏകകണ്ഠേന സമ്മതിച്ച നിറമാണ്. അന്ന് ആൻ്റണി രാജു പിന്നെ ഇതായി നിന്നപ്പോൾ, അതായത് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായി നിന്ന സമയത്ത് ഇത് ഏകകണ്ഠേന അംഗീകരിച്ചാണ് ഈ നീല ലൈനും ഈ വെള്ള കളറും. അല്ലാതെ ഗവൺമെന്റ് ചോദിച്ചതാണ് ഏതാണ് കളർ വേണ്ടത്. ഗവൺമെന്റ് ചോദിച്ചാണ് ഏതാണ് കളർ വേണ്ടത്. വെറുതെ നമ്മൾ എന്തെങ്കിലും പറയല്ലേ. പിന്നെ അതുപോലെ ഗവൺമെന്റ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ പ്രാവശ്യം എന്തോ ഒരു സംഭവം ചോദിച്ചപ്പം ഈ വൈറ്റ് തന്നെ മതി എന്ന് പറഞ്ഞു. ഈ വൈറ്റ് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാക്കേജ് ഓട്ടങ്ങൾ ചെയ്യുന്ന, അതായത് ഈ വിദേശികളെ കൊണ്ടുപോകുന്ന ആളുകളാണ് തലപ്പത്തിരിക്കുന്നത്. അതായത് ഈ വാഹന ബസ് അസോസിയേഷൻ്റെ ഒക്കെ തലപ്പത്തിരിക്കുന്ന കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് സംഭവം വന്നത്. അല്ല വെറുതെ നമ്മളെല്ലാം ഗവൺമെൻറ്റിനെ പറയരുത്. പിന്നെ രണ്ടാമത് കഴിഞ്ഞാൽ കേരളത്തിലെ 99% ഞാൻ സത്യമായിട്ട് പറയുകയാണ്, 99% MVD കേസുകളും മോട്ടോർ വാഹന സംബന്ധമായ കേസുകളും ഉണ്ടായിരിക്കുന്നത് സ്വന്തം പ്രസ്ഥാനത്തിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ കൊടുത്തിട്ടാണ്. വളരെ അപൂർവങ്ങളാണ് പിന്നെ സ്വയമേ RTO അല്ലെങ്കിൽ MVD വന്ന് നമ്മുടെ വാഹനങ്ങൾ പിടിക്കൽ. രണ്ടാമത്തെ കാര്യം, പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൺസെഷനോടുകൂടി അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു ഇതോടുകൂടി സേലം എത്തി തോന്നുന്നു കേട്ടോ. സേലം ഗൈസ് ഈ കാണുന്ന സേലം റാഡിസം ബ്ലൂ കേട്ടോ. സേലം എത്തി. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ MVD ഉദ്യോഗസ്ഥരൊക്കെ പിടിച്ചാലും നമ്മളെ ഇളവുകളൊക്കെ വിടാറുണ്ട്. പക്ഷേ പിന്നിൽ നിന്ന് പരാതി കൊടുക്കുക, അല്ലെ മാറി നിന്ന് പരാതി കൊടുത്തിട്ട് MVD ഉദ്യോഗസ്ഥരെ കൊണ്ടെല്ലാം ചെയ്യിച്ചിട്ട് സന്തോഷിക്കുന്ന ഒരു അന്നിട്ട് മുന്നിൽ വന്നിട്ട് പറയും അവരെല്ലാം ചെയ്തു, അവരെല്ലാം നശിപ്പിക്കുന്ന MVD ഉദ്യോഗസ്ഥരുടെ എല്ലാ കുറ്റം ലാസ്റ്റ് MVD ഉദ്യോഗസ്ഥർക്ക് ഇവർക്കൊക്കെ ആയിരിക്കും. നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് നിങ്ങൾ പറയുകയാണ്. അപ്പം നമ്മുടെ നാട്ടില് വെള്ളം വന്നത് എന്നാ പറയുക അധികാരികളുടെ മാത്രം തെറ്റല്ല. കുറേ അസോസിയേഷൻകാരുടെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്.
അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഗവൺമെന്റിന്റെ കുറ്റം എന്ന് പറയാൻ പറ്റൂല. ഇതിനകത്ത് വേറെ നമുക്ക് കൊണ്ടുവരേണ്ട നിയമം അറിയോ? നമ്മൾ ഈ ലോങ് ഓടുന്ന ബസ്സുകൾ, അതായത് ടൂറിസ്റ്റ് ബസ്സുകൾ പോലെ ലോങ് ഓട്ടങ്ങൾ വരുന്ന വണ്ടികൾ, അതിനൊക്കെ വേണ്ട നിയമം എന്ന് വെച്ച് കഴിഞ്ഞാല് 2 ഹെവി ഡ്രൈവർമാരെ നിങ്ങൾ കണ്ടോ ഉടനെ ഞാൻ പറയാൻ പറ്റുന്നു. ഉടനെ ഒരു സംഭവം വരാൻ പോകുന്നുണ്ട്. സ്ലീപ്പറിന്റെ കാര്യം ഏകദേശം തീരുമാനമാവും. സ്ലീപ്പർ ബസ്സുകളുടെ കാര്യം ഏകദേശം തീരുമാനമാകും. കാരണം കണ്ടമാനം അപകടങ്ങളാണ്, കണ്ടമാനം. ഈ ടൂറിസ്റ്റ് ബസ് ഉണ്ടല്ലോ, ചില ഡ്രൈവർമാരുണ്ട്, ഇവര് സിംഗിൾ എടുക്കും, ഒരു ക്ലീനറെ കൂട്ടിട്ട് ഇവര് തന്നെ ഒറ്റയ്ക്ക് പോകും. പോയിട്ട് തിരിച്ച് പൈസക്ക് വേണ്ടി പോയിട്ട് തിരിച്ചു വന്ന ഉടനെ മര്യാദയ്ക്ക് ഉറക്കം പോലും കിട്ടാണ്ട് അടുത്ത ട്രിപ്പ് എടുത്തൊക്കെയാണ്. അങ്ങനെ ഉറക്കം അല്ലാണ്ട് ഉറക്കളച്ച് ഓടിക്കുമ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടാകാൻ. നമ്മുടെ കേരളത്തിൽ ഏത് ഗവൺമെന്റ് ഭരിച്ചെന്ന് പറഞ്ഞാലും വണ്ടി പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് സംഭവിക്കാൻ നേരത്ത് സ്വന്തം പ്രസ്ഥാനത്തിലുള്ളവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം ഇളക്കി നശിപ്പിക്കുന്നത്. ഇപ്പം ലോറി പ്രസ്ഥാനം ആയിക്കോട്ടെ, സ്വന്തം പ്രസ്ഥാനത്തിലുള്ളവർ തന്നെ റേറ്റ് പൊട്ടിച്ച് നശിപ്പിച്ച് നാരണ. ഇത്ര നാൾ കൂടിയാണ് ഒരു ഫിയറ്റിൻ്റെ ഷോറൂം ആണെന്ന് നോക്കി, ഫിയറ്റിൻ്റെ ഷോറൂം. അതായത് സ്വന്തം പ്രസ്ഥാനത്തിലുള്ളവർ തന്നെ, അതായത് 10,000 രൂപയ്ക്ക് ഓട്ടം 8,000 രൂപയ്ക്ക് ഓടും. എന്നിട്ട് അവനെ ചവിട്ടി അടുത്തവൻ 7,000 ഇടും. അങ്ങനെ എല്ലാ മേഖല അങ്ങനെ തന്നെ. നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ രീതിയിലുള്ള പരിപാടി. ബാക്കി എല്ലായിടത്തും അതാത് വാടകയ്ക്കും അതാത് സ്റ്റാൻഡേർഡിലാണ് ഓടുന്നത്. അതുകൊണ്ട് അവർക്ക് വാടകയുണ്ട്, ബാലൻസും ഉണ്ട്, മുതലാളിക്ക് കാശുമുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാലോ അന്യ സംസ്ഥാനത്തിലൊന്നും വണ്ടി പ്രസ്ഥാനം നടത്തുന്നവർ പൊട്ടാറുമില്ല, പൊട്ടിപ്പൊളിയാറുമില്ല. ഇവിടെ 80-90 ലക്ഷം മുടക്കി വണ്ടി മേടിച്ചിട്ടിട്ട് അതിപ്പോൾ ചെറിയ പൈസയ്ക്ക് ഓടിച്ചിട്ട് അടവും അടയ്ക്കാൻ ഗതിയില്ല, ഇതിൻ്റെ ടാക്സും അടയ്ക്കാൻ ഗതിയില്ല. ലാസ്റ്റ് ഇതെല്ലാം കൂടെ തൂക്കി വെക്കേണ്ട ഗതി വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. ഈ സേലത്തിനുള്ള ഒരു മെയിൻ പ്രശ്നം കേട്ടോ, ബ്ലോക്ക്. സേലം എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഒരു ഹബ്ബാണ് തമിഴ്നാട്ടിലെ. അതുകൊണ്ടാണ് ഇത്രയധികം ലോറികൾ പോകുന്നത്. അതുകൊണ്ടാണ് സേലം, കോയമ്പത്തൂര് ഇവിടെയൊക്കെ മാനുഫാക്ചറിങ് ഭയങ്കര കൂടുതലാണ്. കന്യാകുമാരി റൂട്ടിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഈ കാണുന്ന കന്യാകുമാരി റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത്. അതായത് ഇന്ത്യയുടെ അവസാനത്തെ റോഡിലോട്ടാണ് നമ്മൾ കയറിയേക്കുന്നത്. തെങ്കാശി റൂട്ട്. ഏകദേശം കന്യാകുമാരി തെങ്കാശിയൊക്കെ അടുത്തടുത്ത, വലിയ ദൂരമില്ല. ഒരു ട്രാൻസ്പോർട്ട് കമ്പനി എങ്ങനെ IPO രജിസ്റ്റർ ചെയ്തെന്നും പുള്ളി സ്വന്തമായിട്ട് എങ്ങനെ പ്രൈവറ്റ് ജെറ്റ് മേടിച്ചെന്നുള്ളതും ഈ VR നോക്കി പഠിച്ചാൽ മതി കേട്ടോ. കറക്റ്റ് കണ്ണിങ് ആയിട്ടുള്ള സർവീസ്. നഷ്ടമാണ് അവിടുത്തെ നിർത്തിക്കളയാനവര്. അതാണ് സെറ്റപ്പ്. ഉണ്ടോ എന്നെ സെറ്റപ്പ് കേട്ടാ. കരൂര് വണ്ടി ബോഡി കെട്ട്. ഇത് നാമക്കലാണോ കരൂരാണോ? നാമക്കൽ ബോഡി കെട്ടല എവിടെയോ ഒരു സ്ഥലത്താട്ടോ. അതായത് ബോഡി കെട്ട് കാണുന്നത്. അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോറിയുടെ ബോഡി കെട്ടുന്നതും പിന്നെ അതേപോലെ തന്നെ ഈ ലോക്കൽ ബസ്സില്ല, നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ റൂട്ട് ബസ് ലൈൻ ബസ് ഏറ്റവും കൂടുതൽ ബോഡി കെട്ട് നോക്കി നാമക്കല്ലാട്ടോ. നാമക്കല്ല്, കരൂര് ഈ ഒരു ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ലോക്കൽ ബോഡി കെട്ടുന്നത്. ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യ കെട്ടുന്ന വെച്ചാൽ തമിഴ്നാട്, കർണാടക, തമിഴ്നാട്, ആന്ധ്ര ഒരു സ്ഥലത്തും കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് അതിന്റെ മെയിൻ ഏരിയ ആണ് ലോറി. അതുപോലെ തന്നെ ബസ് അങ്ങനെയുള്ള സംഭവങ്ങൾ കെട്ടുന്ന ഏരിയയാണ് നാമക്കല്ല്, കരൂര്. ഇവിടെ ഇഷ്ടം പോലെയാണ്. ഇവിടെ ബസ്സിൽ, റൂട്ട് ബസ്സിൽ ഫേമസ് ടൈഗറാട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കണ്ടമാനം ആളുകൾ ഇവിടെ വന്ന് പിന്നെ ഇതേപോലെ തന്നെ ഈ പറഞ്ഞ പിന്നെ ബോഡി കെട്ടും പരിപാടിയൊക്കെ ആയിട്ട് ഇവിടെ മാസങ്ങളോളം നിൽക്കുന്നതും അതൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ലൈലാൻഡിൽ നിന്ന് മലബാർ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള വണ്ടികൾ കെട്ടുന്നത്. അപ്പുറത്തോട്ട് കൊണ്ടോടിയാണ്. അതെ ഗൈസ്. അതായത് ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഡയറക്റ്റ് ചേസ് ഇവർക്ക് കൊടുക്കുക. 396 കിലോമീറ്റർ ഉള്ളു കന്യാകുമാരിക്ക്. അത്ര തന്നെ കിലോമീറ്റർ ഉണ്ടല്ലോ നമുക്ക് ഇങ്ങോട്ട് തെങ്കാശിക്ക്. ഗൈസ് ഞങ്ങളവിടെ ഓട്ടോ നഗർ എന്ന് പറഞ്ഞ് ഇത് കെട്ടുന്നതിൻ്റെ മാത്രമായിട്ട് ഗവൺമെൻറ് ഒരു നഗർ, അതായത് ഒരു പ്ലാന്റ് പോലത്തെ സംഭവം കണ്ടു നോക്കി. ഇന്ത്യയിലും ചൈനയിലുമാണ് സുഹൃത്തുക്കളെ ഏറ്റവും കൂടുതൽ ലോകത്തില് കാറ്റാടി മരം. അത് തന്നെ കാറ്റാടി മരത്തിന്റെ ഈ സംഭവം ഉണ്ടാക്കുന്നതും ഏറ്റവും ചീപ്പ് ഇന്ത്യയുടെ സാധനമാണ് കേട്ടോ പറഞ്ഞേ. ഏറ്റവും ചീപ്പ് ഇന്ത്യയുടെ സാധനം സീമെൻസ് ആണ് ഇതിന്റെ ഫ്രണ്ടിൽ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിന്റെ മിഷനറി ഒക്കെ ഉണ്ടാക്കുന്നത് ജർമ്മൻ കമ്പനിയായ സീമെൻസ്. അതായത് ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല, കാരണം എന്നെ പോലെ ഹൈ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഹൈ ബുദ്ധിയുള്ളവർ പറയട്ടെ, ബുദ്ധിയില്ലാത്തവർ കേൾക്കട്ടെ. പെയിന്റ് അടിക്കേണ്ടി വന്നവനെ, പെയിന്റ് ഒക്കെ അടിക്കേണ്ടി വന്ന ഇതൊക്കെ അത് തന്നെയാണ്. റിനോവേഷൻ അല്ല മന്ദബുദ്ധി, ദിസ് ഈസ് എ റിന്യൂവൽ. ഗൈസ് നോക്കൂ, നേരെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴാണ് സുഹൃത്തുക്കളെ
നിങ്ങൾ കാണേണ്ട ആ സത്യം അറിയേണ്ടത്. ബുള്ളറ്റ് ഒക്കെ എന്നെ ഏറ്റവും കൂടുതൽ വന്ന് കിടക്കുന്നത്. അതെ, പിന്നെ അത് പണിയെടുക്കാൻ വേണ്ടി ബുള്ളറ്റ് വന്ന ഇവിടെ പൈസ നിസാര കാശിന് പെയിന്റ് അടിക്കായിരിക്കും. എനിക്ക് ഇവിടെ പെയിന്റ് ബ്രഷ് കൊണ്ടൊന്നും അടിക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ നിർത്തി പെയിന്റ് അടിക്കാൻ ഗുളിക വണ്ടി എന്നാണ് നിങ്ങൾ പറയാ. അയ്യോ, പണ്ട് തന്നെ കോഴിക്കോട് ഭയങ്കര അപകട സാധ്യതയുള്ള വണ്ടി. മംഗലാപുരം എറണാകുളം റൂട്ടില്ലേ, ഇതിനെയും കൂടി തട്ടിയിട്ട് ഓവർടേക്ക് ചെയ്യാതൊന്നും പണ്ടൊന്നും പറ്റില്ല. ഭയങ്കര പാടായിരുന്നു ഈ സാധനം. ഇപ്പൊ പുതിയ റോഡ് വന്ന പിന്നെയാണ് ഇച്ചയും കൂടി ബ്ലോക്ക് ഒക്കെ മാറി കിട്ടിയത്. പിന്നെ നേരെ പിടിക്കാൻ പാടില്ല വണ്ടിയാണിത്. ഈ വണ്ടിയുടെ നേരെ ഒരിക്കലും പിടിക്കരുത്. അതിന്റെ ഫ്രണ്ട് ഡ്രൈവർ വെട്ടിച്ച് അപ്പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതിന്റെ ബേക്കിലുള്ള ഗുളിക നമ്മുടെ വണ്ടിയുടെ നേരെ വരും. അതെ, ഇത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, എഴുതി വെച്ചോ. ഇത് ഒന്ന് വായിച്ചോ. ഓട്ടോ നഗർന്നായിരിക്കും മൊത്തം കയ്യിൽ നിന്ന് പോയി. ഓട്ടോ നഗർ അസോസിയേഷൻ. ഓട്ടോ നഗർ അസോസിയേഷൻ. അത് തന്നെ. അങ്ങനെ തന്നെ. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതാണ് നാമക്കൽ. ഇതാ എഴുതി വെച്ചേക്കുന്നത് നാമക്കൽ. നാമക്കൽ ബോഡി ദീപിച്ചേട്ടാ. കരൂര് ബസ് അടിക്കുന്നതാ. നാമക്കല്ലാണ് മറ്റേ ഇതുണ്ടാക്കുന്നത്. നാമക്കല്ലാണ് മറ്റേ ഇതുണ്ടാക്കുന്നത്, ലോറി. നാമക്കൽ ബോഡി കേട്ടിട്ടില്ലേ? ഇപ്പൊ മനസ്സിലായി. അങ്ങോട്ട് നോക്കിയേ. ഇത് നാമക്കലാട്ടോ, നാമക്കൽ. കരൂർ ബസ്. എനിക്ക് തെറ്റ് പറ്റിയതാ ഗൈസ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇതുണ്ടോ ടെസ്റ്റ് വർക്ക് എല്ലാം വേണ്ടി വണ്ടി വന്നാക്കുന്ന എല്ലാ സാധനം അതിനാ എല്ലാവർക്കും പറയാൻ പറ്റില്ല. ഗൈസ് നോക്ക്, ഞാൻ ക്ഷമ ചോദിച്ചു. ഇത് നാമക്കൽ ലോറിയുടെ ഫ്രണ്ട് മൊത്തത്തിൽ ഇത് ഇതിനു വേണ്ടി തന്നെ ഉള്ള കേട്ടോ. ഇതൊക്കെ പല പല വർക്ക്ഷോപ്പുകളാ ദീപിച്ചേട്ടാ. ഇത് ഒരാളൊന്നും അല്ല കെട്ടുന്നത്. നോക്കിയേ, ഒരു ബോഡി കെട്ടുന്ന സ്ഥലം കണ്ടോ, വെറും 10 സെന്റേ ഉള്ളൂ. നമ്മളൊക്കെ നാട്ടിലൊരു വർക്ക്ഷോപ്പാണ്, കുറഞ്ഞ 1 ഏക്കർ വേണം കേട്ടോ. എന്നാലേ നമുക്ക് ഈ പൊല്യൂഷൻ ഇതൊക്കെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇത് നോക്കിയേ, ഇത് അങ്ങോട്ട് നോക്കിയേ. ഞങ്ങൾ ഇത് കണ്ടപ്പോ ഒന്ന് ഇവിടം വരെ വന്ന പോവാ. പോയേക്കാം. സന്തോഷമായില്ലേ? സന്തോഷമായി. അങ്ങോട്ടും ഇത് കെട്ടക്കുവാ കിലോമീറ്റർ ഗവൺമെന്റ് ഇങ്ങനെ ആക്കി കൊടുത്താക്കുന്ന സ്ഥലം. അതെ അതെ അതെ, ഇത് ഗവൺമെന്റിന്റെ സംവിധാനമാണ്. പിന്നെ സൗത്ത് ഇന്ത്യന് ഏറ്റവും കൂടുതൽ ലോറി ഉള്ള തമിഴ്നാട്ടിലാ. സൗത്ത് ഇന്ത്യന് ഏറ്റവും കൂടുതൽ ലോറി ഉള്ള തമിഴ്നാട്ടിലാ. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. പറഞ്ഞോ. ഒറ്റ കാര്യം കാണുന്നത് കണ്ടോ, ഈ കാണുന്നത് നമ്മൾ നാമക്കൽ ബോഡി ഉണ്ടാക്കുന്ന സ്ഥലമില്ലേ, ഇവിടുത്തെ നീ കാര്യം ശ്രദ്ധിച്ചു, എല്ലാം 10 സെന്റ് 5 സെന്റ് അങ്ങനത്തെ സ്ഥലത്താണ് ഈ ബോഡി പണി നടക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഡീസൽ അടിക്കാൻ ഞാൻ പറഞ്ഞ കോപ്പോ ഞങ്ങൾ പിന്നെ ഇന്ത്യൻ ഓയിലിന്റെ സ്വാഗത് ഈ സംഭവത്തിലാണ്. കമ്പനി പമ്പാണ്, ഇവിടെ എല്ലാം ഉണ്ടാവും. അതായത് ബാത്റൂം, റെസ്റ്റ് ഏരിയ, റൂം, മാങ്ങ, തേങ്ങ, എണ്ണ, കുടച്ചക്രം എല്ലാം ഉണ്ടാവും. എണ്ണയ്ക്ക് വില കുറവായിരിക്കും, 1 രൂപ കുറവായിരിക്കും. അതിനെ പോകാൻ ഞാൻ സന്ദർശിക്കുന്നില്ല. യൂറോപ്പ് വേണ്ടെന്ന് വെച്ചോ ഗൈസ്. നോക്ക്, പാസ്പോർട്ട് എടുക്കാൻ പോകാതെ ഏറ്റവും സ്ഥലമുള്ള യൂറോപ്പ്. അതായത് നമ്മുടെ വണ്ടിക്ക് എണ്ണ അടിക്കുന്നു. എണ്ണ അടിച്ചതിന് ശേഷം ഇവിടുന്ന് എയർ അടിക്കണം. എൻ്റെ വണ്ടിക്ക് ആ സൈഡിലെ എയറിന് എന്തൊരു ചെറിയ പ്രശ്നം, അതൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവം, നിപ്പിന്റെ കംപ്ലൈന്റ്. ഇത് ഞങ്ങളുടെ പുതിയ സാധനമാണ്. ഞങ്ങളുടെ കാർഡൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഞാൻ ഓൺലൈനിൽ 100 സംതിങ് രൂപയുള്ളൂ. കടയിൽ 400. ഞാൻ അതിൻ്റെ വേറെ സാധനം കാണിച്ചില്ല. ഈ കടയിൽ ഈ സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് അതിൻ്റെ ടാഗ് എന്താ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കും. അത് പോയടാ. ഇത് ബസ്സൊക്കെ ലൈൻ ബസ്സൊക്കെ കൊണ്ടുവന്നിട്ട് 50 രൂപ കിട്ടുന്നത് പറ്റിച്ചാണ്. ഞാൻ കണ്ണൂർ ഇരുട്ടിലൊക്കെ ഉണ്ട് എസ് കൂട്ടി ഒരു പച്ച കളറിലുള്ള കട. ആ കട ഞാൻ മേടിച്ചു 499 രൂപ മേടിച്ചു. ഈ സാധനത്തിന് പറ്റിച്ചാന്ന്. ഇതിന് പൈസ കൂടുതലായിപ്പോയി. പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് അത് പിന്നെ ഞാൻ ആ കടക്കറിൽ നിർത്തി ഒറ്റപ്രാവശ്യം കയറിയുള്ളൂ. നമ്മളന്ന് പോയി മേടിച്ചേ, ഇവിടെ കുഞ്ഞു വായിക്കും മറ്റേ സാധനം മേടിച്ചേ കണ്ണൂരിൽ നിന്ന്. ഗൈസ് എന്തായാലും ഗൈസ് നോക്കൂ, എന്തായാലും എണ്ണ ചേച്ചി നന്നായിട്ട് ഒഴിക്കുന്നുണ്ട്. ഇത് ഉണ്ടാവല്ല കേട്ടോ, ഇത് ഗുഹ. 4000-4500 കയറുവനെ. 4000-4500 കയറും. ആണോ? ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകാം. നമുക്ക് അത്യാവശ്യം തെങ്കാശ്ശേരി ഓടണ്ടേ. എണ്ണയൊക്കെ അടിച്ച് വന്നാൽ ഞങ്ങൾ എയർ അടിച്ചപ്പം ഒരു 7% കൂടുതൽ. 6%. അവനത് കുറച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നോക്കാനാട്ടോ പറഞ്ഞേ. അതായത് ഇതിന് ആ സൈഡ് മാത്രം ഒരു ചെറിയ പിന്നെ ഇതുണ്ട് കേട്ടോ, ഒരു ചെറിയ പ്രശ്നം, എയർ ലീക്ക് ഉണ്ട്. നോക്കണം നമുക്ക്. നോക്കണം. പിന്നെ കൊരങ്ങനൊക്കെ ഞാനൊരു കേസ് ചോദിക്കട്ടെ. നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വണ്ടിക്ക് സമയത്തെ നോക്ക്. ഊണ് കഴിക്കാൻ സമയമായോ? കറക്റ്റ് നടക്കേണ്ട കേസ്. ഊണ് കഴിക്കണം നമുക്ക്. നല്ല ദിണ്ടിക്കൽ ബിരിയാണി അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഏതെങ്കിലും കഴിക്കണം. ഇപ്പൊ എത്രയും 46. വലിയ പ്രശ്നമില്ലല്ലോ. ഇല്ല. അപ്പൊ ഓടുമ്പോ ശരിയാവും. ഓക്കെ, ബൈ ബൈ. ഫൈനലി നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വേണം. സ്റ്റേറ്റ്, അതായത് പല സ്ഥലത്തും റോഡ് പണി സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കൈയിട്ട് അണ്ണൻ ഡ്രൈവിംഗ് ഉണ്ട്. നല്ല വഴി എത്തിയിട്ടല്ലേ? നല്ല വഴി എത്തട്ടെ. ഇപ്പോഴും തമിഴ്നാട്ടിൽ സൂപ്പർ ഫാസ്റ്റ് പെർമിറ്റുകൾ ഉണ്ടല്ലേ? നമ്മുടെ കേരളത്തിൽ മാത്രം ഇല്ലാത്തുള്ളവനെ. ഇവിടെ എടുത്തു പോയിട്ടില്ല. ഇത് സൂപ്പർ ഫാസ്റ്റ് ലോങ് റൂട്ട് എടുക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്നറിയോ? ഈ പെർമിറ്റിന്റെ പൈസ മൊത്തം സർക്കാർ ഇവർക്ക് കൊടുക്കേണ്ടി വരും. ഫുള്ള് കളർഫുൾ ഒരു ലോങ് സൂപ്പർ ഫാസ്റ്റ് ഹൈവേയിൽ കൂടി ഓടുന്നു. നമ്മുടെ അവിടെ ഹൈവേ എന്നാലും പ്രൈവറ്റ് ബസ്സുകളെ കയറാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ.
കേറും ചില റോഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് തമിഴിൽ എഴുതി വെച്ചേക്കാം. നല്ലായിരുന്നെങ്കിൽ നമുക്ക് വായിക്കായിരുന്നു. എന്ത് സ്ഥലത്തുനിന്ന് എന്ത് സ്ഥലത്തോട്ട് പോകുന്നതാണ്. നാമക്കൽ വഴി അത് പോകുന്നത്, അതെനിക്കറിയാം. വാട്ട് ഈസ് ദിസ്? വെരി ക്ലീൻ. ദിസ് ഈസ് എ ബിഗ് ടൗൺ. യാ വെരി പ്ലാൻഡ് ഹോംസ്. കരൂരാട്ടോ ചേട്ടാ, കരൂരാന്ന് തോന്നുന്നു കേട്ടാ. കരൂർ ഏകദേശം എത്ര? ഈറോഡ്, കരൂർ, ആ ഒരു മേഖല. എടാ നല്ല സൂപ്പർ വീടുകള്, നല്ല തമിഴ്നാടും വൃത്തിയൊക്കെ ആയി തുടങ്ങി കേട്ടോ. പക്ഷെ ആന്ധ്രയുടെ അത്ര ആയിട്ടില്ല. റോഡാണ് ടോപ്പ് അല്ലേ? റോഡ് ടോപ്പാ. ഞങ്ങളെ ഹൈവേ കൂടെ പോകുന്ന വഴിക്ക് എന്താ വെള്ളൂർ ബിരിയാണി, ദിണ്ടിക്കൽ വെള്ളൂർ ബിരിയാണി. ഇത് ദിണ്ടിക്കൽ ബിരിയാണിയാ. ഇവിടെ ഞങ്ങൾ പാർക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറണം. ദിണ്ടിക്കൽ ബിരിയാണി. ഓ, ദിണ്ടിക്കൽ വേലൂർ ബിരിയാണി. വേലു ബിരിയാണി കഴിക്കാൻ പോവാണ്. എന്തോ വലിയ സംഭവം കേട്ടോ, അങ്ങനെ ചെറിയ സംഭവമല്ല. ഡിന്നേഴ്സ്, അതെ എല്ലാ സാധനവും കഴിക്കാണ്ട്. എന്തോ വലിയ സെറ്റപ്പാ. AC റെസ്റ്റോറൻറ്റ് ഇருக்கு, நார்மல் ரெஸ்டாரண்ட் இருக்கு, ஹட் இருக்கு. எங்க இதுதானே? அப்போ இந்த பக்கம் என்ன? ലൈറ്റിട്ട് ഗാർഡൻ സെറ്റപ്പ്. ഇത് കുള്ളാടി 6 മണിക്ക് മേലെ അங்கே ഒന്ന് ഇവിടുന്ന് കയറി കഴിക്കാട്ടാ. വെജില്ല, ഫിഷില്ല. ഒരു ഫിഷ് മീൽസ് താങ്കൾ, ഒരു ഫിഷ് മീൽസ്, ഒരു ചിക്കൻ ബിരിയാണി. നിങ്ങൾക്ക് ബിരിയാണിയാണോ റൈസാണോ? ചിക്കൻ, സോറി ചിക്കൻ അല്ലേ? ഫിഷ്. ഫിഷ് വേറൊന്നും വേണ്ടല്ലോ? വേറൊന്നും വേണ്ട, അതൊന്നും സാപ്പിടാതെ. നമ്മ ബിരിയാണി. നിങ്ങൾക്ക് എന്നാ? പുറത്ത് കാണുന്ന സെറ്റപ്പ് അകത്തില്ല കേട്ടാ, അല്ലേ? സാധാ കസാര സെറ്റപ്പാണ്. ഞാൻ വിചാരിച്ചു ഭയങ്കര സെറ്റപ്പ് ആയിരിക്കുന്നു. ആ ഒരു സെറ്റപ്പ് അകത്തില്ല കേട്ടോ. പുറത്ത് കാണുന്നൊരു സെറ്റപ്പ് അകത്തില്ല. ഇതിൻ്റെ പേരെന്നാണോ ഇവനെ? വീര എന്നാ എന്തൊരു പേരാട്ടോ. എന്നിട്ട് ദിണ്ടിക്കലിന് ചേർത്തിട്ട് ഒരിത്. ഇവിടെ ഭയങ്കര ദണ്ടിക്കല് വേലൂർ ബിരിയാണി. ദണ്ടിക്കൽ ഭയങ്കര ബിരിയാണി ഫേമസ് ആണ്. ദണ്ടിക്കൽ ബിരിയാണിക്ക് ഭയങ്കര ഫേമസ് ആണോ? സൂപ്പർ സാധനം കേട്ടോ കണ്ടിട്ട്. ചിക്കൻ ബിരിയാണി പിടിച്ചാൽ കുളമ്പ്, 2 ടൈപ്പ് കുളമ്പ്, റൈത്ത, ഇത് ചിക്കൻ ബിരിയാണി. ക്വാണ്ടിറ്റി കുറവാട്ടോ, എന്നാലും കുഴപ്പമില്ല. കഴിച്ചു നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന്. ഏകദേശം കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നീ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. എനിക്ക് സംശയമുണ്ട് കേട്ടോ ഇത്. അല്ല ഇത് സാധാരണ ഞാൻ വെച്ച് നാട്ടുകോളിയാണോ? നാട്ടുകോളിയല്ല, സാധാ ഒരു സ്റ്റാർ ബിരിയാണിയാണ്. ബിരിയാണി 2 പേർക്ക് ഊണ് കിട്ടി. ഇവിടെ നാട്ടുകോളി ഊണ്. നിനക്ക് എന്നാടാ? മീൻകളി ഊണ്. എൻ്റെ മീൻകളി എங்கே? മീൻകളി വന്നിട്ടില്ല. ഇതെല്ലാം നോൺ വെജ് അങ്ങനെ സാധനം കേട്ടോ. ഇതുണ്ടോ ഇവിടെ? കേസരി, നല്ല ടേസ്റ്റ്. രസം, പിന്നെ ചോറ്. സമയം ഡേറ്റ് കഴിഞ്ഞെന്ന് പറയാം. മഞ്ച് മേടിച്ചു തരാം കേട്ടോ. ഈ വഴിക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇവിടെ കയറരുത്. കൊക്കിന് ജീവനുണ്ട്, ഇവിടെ കയറരുത്. ഒന്നാമത്തെ കാര്യം, പിന്നെ ആ ഒരു കാണുന്ന സെറ്റപ്പിനുള്ള സെറ്റപ്പ് ഇല്ല. ഫുഡ് കൊള്ളൂല. ഫുഡ് അത്ര പോരാ. പോവാ. ഒരു ജനിപ്പ് AC ഗീസി ഒന്നുമില്ല. AC ഒന്നും വലിയ സെറ്റപ്പ് ഒന്നുമില്ല കേട്ടോ. കാണുന്ന സെറ്റപ്പ് ഒന്നുമില്ല പുറത്തുനിന്ന് കാണുന്നത്. ഈ തമിഴ്നാട്ടിൽ എപ്പോഴും യാത്ര ചെയ്യുന്ന നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ വണ്ടി ഹൈവേ കയറ്റൂലേ, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ ഹൈവേ കൂടെ പോകുമ്പം ലോറികൾ ഹൈവേയിലേക്ക് കയറ്റും ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ അപകടം ഉണ്ടാകുന്നത് ആ രീതിയിലാണ് കേട്ടോ. ഇവിടെ സൂപ്പർ ഒരെണ്ണം ഉണ്ടായിരുന്നടാ. ഇവിടെ നല്ല സൂപ്പർ ഒരെണ്ണം ഉണ്ടായിരുന്നു. ലോക്കലിൽ കയറിയാൽ മതിയായിരുന്നു. അതായത് ഫുഡ് നമ്മൾ പ്രതീക്ഷിച്ച ട്രഡീഷണൽ സെറ്റപ്പ് കിട്ടില്ല കേട്ടോ. ഒതന്റിക്കിന് പോയതാ. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലൊരു ബില്ലായിട്ടുണ്ട്. അതാണ് നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്നത് അല്ലേ? ഫൈനലി ഞാൻ വണ്ടി നിർത്തി കൊടുത്തേ. കുറേ കമൻറ്റ് കണ്ടു. അവരാദ്യം മോനെ ആ സീറ്റിൽ നിന്ന് ഇറങ്ങി പോവാ, അനിയന് വണ്ടി ഓടിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. എന്ത് ചെയ്യാനാ, വണ്ടി ഓടിച്ചിട്ട് ഭ്രാന്തുണ്ടായിപ്പോയി. അതിന് ആൾക്കാർ എന്നെ തെറി വിളിക്കുക. ഗൈസ്ലിവിന് വണ്ടി ഓടിക്കാൻ അവരാതി മോനെ എന്ന് വിളിച്ച കമന്റ് പറഞ്ഞു കേട്ടോ, ഞങ്ങൾ വിളിച്ചതല്ല. അതെ, ഇന്നലത്തെ കമന്റിലുണ്ടായിരുന്നു. അതെ അതാണ് സംഭവം. നീ കയറിക്കോ. എന്നെ പൂരം തരും കേട്ടോ. ലിവിന് വണ്ടി കൊടുക്കാത്തതുകൊണ്ട്. വണ്ടി ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് കഴുകണം. വണ്ടിയെ പറ്റുമെങ്കിൽ ഒന്ന് കഴുകണൂടാ ലിവിനെ. കഴുകണം അല്ലേ? ഇവിടുന്ന് കഴുകണോ? അതിനാ വണ്ടിയെല്ലാം പോറിച്ച് നശിപ്പിച്ചോളൂ ഇവനെ. സീറ്റൊക്കെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നിനക്ക് പറ്റുന്ന രീതിയിലാക്കുക. എന്നിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ ചെരിഞ്ഞത് ശരിയായില്ലായിരുന്നു, ഇവിടുന്ന് ഇങ്ങനെയായിരുന്നു കൊള്ളായിരുന്നു എന്നൊന്നും പറഞ്ഞാക്കല്ലേ. ഞാനൊന്ന് ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും ഈ സാധനം പോയി. ഏത് കാർപ്ലേ? എന്നിട്ട് ഇത്രയും കയറിയിരിക്കുന്നതാണോ ഇറങ്ങിയിരിക്കുന്നതാണോ? കയറിയിരിക്കുന്നതാണ് ഇച്ചിരി നല്ലത്. നീ എന്താ റിവേഴ്സ് ഇടുന്നേ? ഡീലല്ലേ ഇടണ്ടേ? ലിബിനാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത്. ലിബിനിപ്പം പണ്ടത്തെ പോലെ അല്ല കേട്ടോ.
ഭയങ്കര ഡ്രൈവറായിപ്പോയി. എല്ലാവരുടെ ഉറക്കപ്പിച്ച് മാറി ഇനി ആരും ഉറങ്ങിയല്ലോ, എല്ലാരും ഇനിയിപ്പം ജാഗരൂകരായിരിക്കും. എന്നാ ദീപച്ചേട്ടാ പരിഹസിക്കുന്നേ? അതെ, പറഞ്ഞു കൊടുക്കടാ ഞാൻ ആരാണെന്ന്. 340 കിളി അല്ലെന്ന് പറയടാ. 340 കിലോമീറ്റർ നിർത്താതെ ഓടിച്ച ആളാ ഞാൻ. ഇനി എന്തൊക്കെ കേൾക്കണം കർത്താവേ. എന്തായാലും ഫൈനലി നമ്മള് ഈ കാണുന്ന തെങ്കാശിക്ക് വന്ന റോഡിലേക്കാണ് പോകുന്നത്. ഓവർ ആവേശമൊന്നും വേണ്ട, പറക്കണ്ട, പെതിയെ പോയാൽ മതി. അപ്പൊ നീ അല്ല പറഞ്ഞ പറന്നു പോണോന്ന്? അത് ഞാൻ, ഇത് നീ, രണ്ടും വ്യത്യാസം. ഇറക്കിയിട്ട് ഓടിക്കടാ, ഇവന് കയറ്റി കാലെത്തൂരാണ് ഈ കുള്ളൻ. നോക്കൂ, 277 കിലോമീറ്റർ ആണ് നമുക്ക് പോകാനുള്ളത്. എങ്ങനെയുണ്ടോ ഓടിക്കാൻ? അടിപൊളി. ഞാൻ കഴിഞ്ഞ ദിവസം ഇരുട്ടിന്ന് വീട് വരെ ഓടിച്ചല്ലേ. അതെനിക്ക് മനസ്സിലായി. ഹൈവേന്നോ? ഹൈവേ നല്ലതാണ്, അല്ലാത്തരും നല്ല. വണ്ടി കെട്ടി വെച്ചോണ്ട് പോകുന്നു. ഡോർ ഇതാ കെട്ടി വെച്ചോണ്ട് പോകുന്നു. അത് അന്ന് ഞാൻ ഒരു വർഷം ഇതേപോലെ ഡോർ പോയില്ലേ, അതേപോലെ പോയതായിരിക്കും. എൻഡവറിന്റെ ഒരു മൊത്തത്തിൽ നല്ലൊരു കംഫർട്ടുള്ള വണ്ടിയാണ്. രണ്ടാമത് അത്യാവശ്യം വലിയൊരു കൊടുത്ത പറ പറക്കും. പിന്നെ നമ്മളെ സംബന്ധിച്ച് എല്ലാ സെഗ്മെന്റിലും നമുക്ക് പറ്റിയൊരു സംഭവം. കാരണം എല്ലാം ഉണ്ട്, ഇല്ലാത്തതായിട്ടൊന്നുമില്ല. നമുക്കൊരു ഡ്രൈവറിന് വേണ്ട എല്ലാ സാധനവും അധികമാണ്. പിന്നെ അതുകൂടാതെ സ്ക്രീനായ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങളുണ്ട്. ഇതിന്റെ കുറെ സ്വിച്ചുകളുണ്ടല്ലോ, ഏതാന്ന് പറഞ്ഞാൽ ഞെക്കണ്ടേ. വരട്ടെ, ഉള്ളിന്ന് വരട്ടെ. ഗൈസ് അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ അതുപോലെ എന്താ പറയുക, ബേസിക്കലി ഒരു ഡ്രൈവറിന് വേണ്ട എല്ലാ ഇൻഫർമേഷനും ഇതിൻ്റെ അത് കിട്ടും. പിന്നെ അത്യാവശ്യം കൺട്രോൾ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഓടിക്കാനാണെങ്കിലും എല്ലാം കിട്ടും. പിന്നെ അങ്ങനെ സ്റ്റീറിംഗ് ബാലൻസ് മാത്രം അറിഞ്ഞാൽ മതി, ബാക്കി എല്ലാം വണ്ടി നോക്കിക്കോളും. ബ്രേക്ക് ഔട്ടാനും പറഞ്ഞാൽ മതി അല്ലേ? പിന്നെ ബാക്കിയൊന്നും നമ്മൾ നോക്കണ്ട, വണ്ടി നോക്കിക്കോളും. അല്ല ചേട്ടാ, മറ്റേ വണ്ടിയൊക്കെ ചരല കയറിയിട്ടുണ്ടല്ലേ, വണ്ടി തെന്നി പോയെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രണ്ട് കണ്ണാടി നിന്റെ കറക്റ്റല്ലേ കാണത്തില്ലേ? കാണാം. എല്ലാം ഓക്കെ അല്ലേ? ഇതേപോലെ ഓടിച്ചോടിച്ച് പഠിച്ച് ഇനി അങ്ങോട്ട് മൊത്തം ലിവിനാ ഓടിക്കുന്നത്, യൂറോപ്പ് മൊത്തം. ഞാൻ ഇനിയും ബ്ലോഗ് ചെയ്യും. ലിവിൻ മൊത്തം. ചേട്ടൻ മധുരയ്ക്കാണ് കേട്ടോ കിലോമീറ്റർ 100 സംതിങ് മധുരല്ലേ? ദീപച്ചേട്ടൻ ബേക്കിലുണ്ട്, ഞാനുണ്ട്, ലിബിനുണ്ട്. ഉറങ്ങിയാക്കരുത് കേട്ടോ, ഉറങ്ങിയാക്കല്ലേ. ലിബിന്റെ ഡ്രൈവിങ് അത്ര കംഫർട്ടാ. ഇവിടെ എല്ലാം റിയൽ എസ്റ്റേറ്റ്, ഭയങ്കര റിയൽ എസ്റ്റേറ്റ് ആട്ടോ. പോകുന്ന വഴി ഫുൾ ഇതുപോലെ പ്ലോട്ടായിട്ട് തിരിച്ചിട്ടിട്ട് ഇങ്ങനെ വീട് വെക്കാനുള്ള സ്ഥലമാക്കിയിട്ടൊക്കെ ഈ തമിഴ്നാട് പോകുന്ന വഴി മൊത്തം. ഞാൻ ഒരുപ്പെട്ട സ്ഥലങ്ങളെല്ലാം കണ്ടത് അങ്ങനെ കേട്ടോ. പിന്നെ പണ്ടത്തെ പോലെ അല്ല കേട്ടോ, തമിഴ്നാട്ടിലെ ഡ്രൈവിംഗ് കൾച്ചറൊക്കെ ശരിക്കും മാറിപ്പോയി, മൊത്തം മാറിപ്പോയി. കർണാടകയാണ് ഇനി ഇച്ചിരി ഡ്രൈവിംഗ് കൾച്ചർ റെഡി ആണല്ലേ. തമിഴ്നാട്ടിലെ ഡ്രൈവിംഗ് കൾച്ചർ വളരെ മാറി. എന്താ പറയുക, കുറച്ച് നല്ല പുരോഗതി ഉണ്ട്. ശ്രദ്ധിക്കണല്ലേ ഇവനെ, റോഡ് ഇപ്പോഴും ശ്രദ്ധിച്ചേ ഉള്ളൂ. നീ പെതിയെ പോവാണ്, ഈ ട്രാക്കിൽ നീ ഓടിക്കേണ്ട. തൊട്ടിപ്പുറത്തെ ട്രാക്കിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് മാറ്റി ഓടിച്ചാൽ കേട്ടോ. ഈ സ്പീഡ് വരുന്ന ട്രാക്കാണ്. നീ ഇപ്പുറത്തോട്ട് മാറ്റി വേണ്ടി വണ്ടിയൊന്നുമില്ല. ഗൈസ് നോക്കൂ, അപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഇനി നിനക്കൊരു 274 കിലോമീറ്റർ നിനക്ക് ഓടിക്കാം. ഓടിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉണ്ടല്ലോ, ഡ്രൈവിങ്ങിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് നമുക്ക് ഉറക്കം വരുന്ന. എല്ലാവർക്കും ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് വണ്ടിപ്പിരാന്നുള്ള എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും നമുക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കാതിരിക്കുന്നതല്ലേ. ഉറക്കം വരാതെ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ അധികം നാൾ നമുക്ക് ഓടിക്കേണ്ടി വരില്ല. കാരണം വെച്ചാൽ രോഗങ്ങൾ, പല രോഗങ്ങൾ നമുക്ക് വരാം, സ്ട്രെസ്സ് വരാം, അങ്ങനെ കുറേ സംഭവങ്ങൾ വരും. പിന്നെ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ വരാം. അങ്ങനെ നോക്കൂ, ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ അടുത്ത ടോളിൽ കയറി TN ദിണ്ടിക്കൽ എക്സ്പ്രസ് വേയിലേക്ക് കയറാൻ വേണ്ടി പോകട്ടോടാ. ഏത് ട്രാക്കിലാണ് കയറണ്ടേ? ഏത് വേണമെങ്കിലും കയറിക്കോ, നിനക്ക് ഇഷ്ടമുള്ള ഏതാണോ. ഇതിലൊന്നും വലിയ ആളൊന്നുമില്ല. പോകുന്ന വഴിക്ക് വാഹനം ഒന്ന് നിർത്തി, നല്ല മുന്തിരിപ്പാടം. എന്ത് കളർ രസമാണെന്നറിയാം കാണാൻ വേണ്ടി. ഞങ്ങൾ ഈ കാണുന്ന ഇവിടെ വണ്ടി നിർത്തി. കറുപ്പാ ഇത് ഇവിടെ നല്ല കിടിലൻ മുന്തിരി. എന്നാടാ പിന്നെ ഇത് മറ്റേ കറുപ്പ് ജ്യൂസ് മുന്തിരിയാ. ജ്യൂസ് മുന്തിരിയാ, മറ്റേ സീഡ്ലെസ് അല്ല, അന്ത മാതിരി അല്ല. ഷോ എന്തെങ്കിലും വരാതെ ഗൈസ്, അതായത് ഇത് കണ്ടോ. പോവാമ്മ 2 നിമിഷം ഗൈസ്. അതായത് അങ്ങ് പോകില്ല, പോകൂല, ഇങ്ങ മറ്റും 2 നിമിഷം. അമ്മച്ചി വണ്ടി മാറ്റി ഇടാൻ വേണ്ടി കേട്ടോ. അമ്മച്ചിയുടെ മുന്തിരി മേടിക്കുന്നില്ലെന്ന്, പോകൂല, ഇങ്ങ ഗൈസ്. കറണ്ട് ഉണ്ട് കേട്ടോ, ഇവനെ അങ്ങോട്ട് പോകരുത് കേട്ടോ. ഇവിടം വരെ മാത്രമേ പോവാവുള്ളൂ. ഇത് ഫുള്ളിങ്ങനെ കിടക്കുവാടാ. അതിനകത്ത് മുന്തിരി ഉണ്ട്. ഇല്ല, അതിനകത്ത് കയറാൻ പാടില്ല എന്ന്. ഇതിൻ്റെ ഉള്ളിലേ ഇങ്ങനെ കയറാൻ പാടില്ല, അവരുടെ പാടമാണ് അത്. മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞു മനസ്സിലായോ? കയറരുത്. ഈ കാണുന്ന മലഞ്ചെരുവിൻ്റെ തൊട്ട് താഴെ നല്ല കിടിലൻ, നല്ല ഒന്നാന്തരം മുന്തിരിപ്പാടം. നമ്മൾ കമ്പന്തേനിലൊക്കെ കണ്ട പോലത്തെ വേറൊരു ടൈപ്പ് സാധനം കേട്ടോ. നമ്മളെ മുന്തിരി മേടിക്കാൻ അമ്മച്ചിയുടെ പ്ലേറ്റ് മാറി.
അതൊരു അമ്മച്ചി ചിരിച്ചോണ്ടിരുന്ന കേട്ടോ. കസാക്കിസ്ഥാനിൽ ചെന്നപ്പോ ഏതൊരു സ്ഥലത്ത് ഇതേപോലെ കയറുന്നത് നമ്മൾ തെറി പറഞ്ഞു ഓപ്പിൾ തോട്ടത്തിന്റെ അകത്ത് കയറ്റിവിടാന്ന് ഓർമ്മയുണ്ടോ? തോട്ടോട്ട് പോകുന്ന വഴിക്ക് മൊത്തം തോട്ടോടും. അടുത്ത തോട്ടത്തിൽ കയറാം. പക്ഷെ ഇഷ്ടം പോലെ തോട്ടമുണ്ട് കേട്ടോ. അപ്പൊ മുന്തിരി മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? ആ മുന്തിരി മേടിച്ചിട്ട് എന്നാ കാണിക്കാനാ? നമ്മൾ ഈ പോകുന്ന വഴി മൊത്തം ഇത് തന്നെയാ കേട്ടോ. മുന്തിരി തോട്ടാണ്, പക്ഷെ ഇങ്ങോട്ട് അടുപ്പിക്കൂല്ലോ ഇവര്. കേട്ട സമയത്ത് പിന്നെ അതിനകത്ത് കറണ്ട് കമ്പി ഉണ്ടാ, ഇന്നും ഉണ്ടായിരിക്കും കറണ്ട് കമ്പി വെച്ചാൽ ആൾക്കാർ രാത്രി ഒന്ന് പറിക്കുന്നുണ്ടാവും. അതും ശരിയായിരിക്കും കേട്ടോ. ഫുള്ള് കരിങ്കല്ലിന്റെ പോസ്റ്റും ചില സ്ഥലത്തൊക്കെ ഉണങ്ങിയ പോലെ ഉണങ്ങി നല്ല വെട്ടി വിട്ടാക്കുന്ന അടുത്ത സീസണിന് വേണ്ടി. കൈസ് ഇത് വമ്പം ബിസിനസ് കേട്ടോ, വമ്പം കാശിന്റെ പരിപാടി ചെയ്ത് മുന്തിരിയല്ലേ. ഗൈസ് വമ്പൻ അടിയാ കേട്ടോ. റോഡ് മൊത്തം ബ്ലോക്ക്, അപ്പുറം ഇപ്പുറം. ബസ്സാ പറഞ്ഞേ? ബസ് ഇടിച്ചു മറിഞ്ഞു. ബസ്സാണോ ലോറിയാണോ ഇനി? ലോറിയാ എന്താണെന്നുള്ള എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. അവിടെ നിന്ന് മാറി മാറി കയറാനാ പറയുന്നത്. ഞാൻ ഇവിടെ നിന്ന് മാറ്റി മാറ്റി കയറ്റട്ടെ, അല്ലെങ്കിൽ എന്നെ സംഭവിക്കുന്നത് നമ്മളെ കയറിയില്ലേ പണിവാള്. വലിയ ആക്സിഡന്റ് കേട്ടോ. ഇപ്പൊ നടന്നു, അതേ സമയം ആയിട്ടില്ല. വലിയ ആക്സിഡന്റ് കേട്ടോ. ഉയ്യോ, എന്നാ വലിയ ആക്സിഡന്റാ. ആളെ എടുക്കുന്നുള്ളൂ, ആംബുലൻസ് വന്ന് കിടക്കുന്നുണ്ട്. എത്ര ആംബുലൻസാണ് വന്ന് കിടക്കുന്നത് ഇവിടെ? കേരളം പോലെ തന്നെ തമിഴ്നാടും ആയിട്ടോ. ഇതേ സ്പോട്ട് തട്ട് ഉണ്ടെന്നാണ് സ്പോട്ടായിട്ട് മരിച്ചവരുണ്ടെന്നോ. സ്പോട്ടിൽ എന്തോ പ്രശ്നമുണ്ട്. അതെ, ഇത് റോഡ് ചുരുക്കിയാ ഇവിടുന്ന്. ഇതെന്ത് നാടാ? ഉയ്യോ, സ്പോട്ടിൽ ആളെത്തി കേട്ടോ. ബസ്സാ? 1 2 3 4 മിനി ബസ്. മിനി ബസ്സാ? മിനി ബസ്. അത് ഭയങ്കര അപകടമാണ് സാധനം. ഇതെന്നാ പൊക്കാനും എടുക്കാനും സമ്മതിക്കുന്നില്ല. അത് ഇടിച്ചതാടാ. കുറെ ആൾക്കാരുണ്ട് കേട്ടോ. വമ്പൻ ഈ സാധനം അതുകൊണ്ടാണ് എല്ലാരും ജില്ലൊക്കെ പൊട്ടിച്ചെടുത്തു. എടുത്തല്ലേ? അതിലെ ആൾക്കാരെല്ലാം നിൽക്കുന്നു. നമുക്കേ വമ്പം ബ്ലോക്ക് ആട്ടോ, വമ്പം ബ്ലോക്ക് ആട്ടോ. ഈ വണ്ടി ഇപ്പൊ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ചെറിയ വണ്ടിയല്ലേ? ചെറിയ വണ്ടി. ഇത് അപകടം കൊടുത്തില്ല. ഇങ്ങനെ നീളത്തിൽ കിലോമീറ്ററോളം നീളത്തിൽ ബ്ലോക്ക് എടുക്കും കേട്ടോ. വമ്പം ബ്ലോക്ക്. സംഭവം ഇടിച്ച് ഉറങ്ങിപ്പോയതായിരിക്കും. എത്ര പെട്ടെന്നാണ് പോലീസുകാർ വന്ന്. കേരളം പോലെ തന്നെയായിട്ടോ ഇപ്പം തമിഴ്നാടും പടപടേ ആക്ഷനാ. കേരള, തമിഴ്നാട്, ആന്ധ്ര ഇന്ന് ആക്സിഡന്റ് ആയി കഴിഞ്ഞാലേ നാട്ടുകാർ കയറി ഇടപെടൂലേ ഇവനെ രക്ഷപ്പെടുത്താനൊക്കെ. ഓരോ വണ്ടിയാ ബ്ലോക്കായി കിടക്കണം നോക്കിയേ. എന്തോ ദൈവാനുഗ്രഹത്തിന് വലിയ അപകടമൊന്നും പറ്റിയില്ല കേട്ടോ. ആംബുലൻസൊക്കെ പറന്നെത്തി. ഈ സാധനം ഭയങ്കര അവിടെ കേട്ടോ, ഈ കുഞ്ഞു വണ്ടി ടാറ്റയുടെ. എന്തോരം ആൾക്കാരാണ് നോക്കി നിൽക്കുന്നത്. എന്തോരം ആൾക്കാരാണ് നോക്കി നിൽക്കുന്നത്. വണ്ടി മഴ മാറ്റി വിടുന്നുമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഡീസൽ ഉണക്കും കേട്ടോ, ഭയങ്കരമായിട്ട് കണ്ടമാനം ഡീസൽ മണമാണ്. ഇതന്നെ ഇത്. തല്ലിപ്പൊളി AC വണ്ടി. തമിഴ്നാടിൻ്റെ ഏതോ AC കോച്ചാ പോകുന്നത്. ഫുള്ള് ഡീസലിൽ ഇതാട്ടോ. നീ നിയന്ത്രിക്കാൻ തുടങ്ങിയോ? ഇല്ല, എങ്ങനെ ഇവിടെ എനിക്ക് അപ്പുറം കിടക്കണ്ടേ? ഇപ്പുറം വാ. ഇവരൊക്കെയാന്ന് തോന്നുന്നു വണ്ടിയിൽ യാത്ര ചെയ്തവര്. ആളുണ്ടോ ഇതിനകത്ത്? ദീപിച്ചോണൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ആളില്ലല്ലോ ഉള്ളിലോ? ആളൊന്നുമില്ല, ആളെല്ലാം രക്ഷിച്ചു. ഇതൊക്കെ പറ്റിയവനെ ആൾക്കാരൊക്കെ അടിപ്പെട്ടിട്ടുണ്ട്. പൊക്കാൻ പോവാ കേട്ടോ. ഉണ്ടോടാ? ആളില്ല, ആൾക്കാരൊക്കെ രക്ഷിച്ചു. ആളില്ല. എതായത് പറ്റിട്ടാ? ആളിരിക്കാ, ഒരാളിങ്ങനെ അടിയിൽ പോയെന്ന്. ഇതിൻ്റെ അകത്ത് ഒരാളുണ്ടെന്ന് കാണുന്നവരാട്ടോ ഈ വണ്ടി വന്നത്. അവരെല്ലാം കരച്ചില്ല, പാവങ്ങള്. ഒരു പയ്യന് മാത്രം കാടിയിലായിപ്പോയി. ഒരു പയ്യന് മാത്രം. ഒരു ബൈക്ക് ക്രോസ് വന്നാ കേട്ടോ. ബൈക്ക് ക്രോസ് വന്നപ്പോൾ ഈ വണ്ടി ചവിട്ടിയതാ, വണ്ടി പോയി. ഒരാളെ കയറ്റി കേട്ടോ. മതിയായിരുന്നല്ലേ? രക്ഷപ്പെട്ടു. കാലിന് എന്താ ചെറിയ ഇതേ ഉള്ളൂ. എന്നാലും ഇത്രയും വലിയ അടിയാണെന്നൊന്നും പറ്റില്ല. ദൈവാനുഗ്രഹം. ബൈക്ക് സൂക്ഷിക്കണമെന്നേ. ബൈക്കുകാരെ ഫ്രണ്ട് വന്ന് ചവിട്ടിയത്. അപ്പം ഈ വണ്ടിക്കാരൻ വെട്ടിച്ച് അപ്പം മറിഞ്ഞു പോയി. ഇതെന്നാ സംഭവം? അപകടം കൊടുത്തു. ഇതിന് ബേക്ക് 2 ടയറേ ഉള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അപകടം. ഇത് 407 കെട്ടി ബസ്സാക്കുന്നതന്നെ. ഒന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു ഭാഗ്യത്തിന്. അവൻ്റെ കാല് അതിൻ്റെ അടിയിലായിപ്പോയി. ഒന്നും പ്രശ്നമില്ല, ഒന്നുമില്ല. രക്ഷപ്പെട്ടു കേട്ടോ. ഇവരെന്നാ പ്രാർത്ഥന ഇവിടെ കിടന്ന്. നമുക്കറിയാം, നമുക്കൊന്ന് ആക്സിഡന്റ് പറ്റിയപ്പം നമുക്ക് ആ ഒരു സിറ്റുവേഷൻ എന്നുള്ള കറക്റ്റ് അറിയാൻ. എന്നാ ആളൊന്ന് ദയനീയാവസ്ഥയായിരിക്കും. നമ്മൾ ദയനീയാവസ്ഥയിലോട്ട് കാശല്ല എന്നെ ഉണ്ടെന്ന് പറഞ്ഞാലും വണ്ടി പൊക്കിയതാടാ. ഭയങ്കര ശ്രദ്ധിച്ചാട്ടോ വണ്ടി പൊക്കി. എല്ലാവർക്കും എന്താ എല്ലാവരും ചിരിച്ചോട്ടെ. ഇത്രയും നേരം എല്ലാവരും കരഞ്ഞോണ്ടിരുന്ന ആദ്യം ഇതിൻ്റെ അകത്ത് നോക്കിയേ. അവരായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ വിഷമിച്ചോണ്ടിരുന്നത്. ആ ഫാമിലി അല്ലേ, അവരങ്ങാണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാം ചിരിച്ചു കേട്ടാ. കരച്ചിലാ? ഇല്ല, അവർ ചിരിച്ചു. ദൈവാനുഗ്രഹം ഒന്നും പറ്റിയില്ല. ദീപിച്ചാനുണ്ടല്ലോ അവിടെ ഉണ്ട്. ഈ ഇവരിനിപ്പോ എങ്ങോട്ട് പോയതാ? നല്ല സൈഡ് പോണ വണ്ടി തെരീമാ? അപ്പടിയാ? അവർക്ക് അറിയത്തില്ല കേട്ടോ എങ്ങോട്ട് എങ്ങനെ പോകുന്നത്. എന്തായാലും പൊട്ടിയോ?
കാല് പൊട്ടി. ഓടിച്ചു പോയോ? കുടിയും കിടപ്പുണ്ടായിരുന്നു. ആ വേറൊന്നുമില്ല, വേറൊന്നും പറ്റിയില്ല. ചവിട്ടിയപ്പോൾ ഉൾട്ട തിരിഞ്ഞാന്നാ പറഞ്ഞത്. വണ്ടിയെല്ലാം വിട്ടു കേട്ടോ. എന്നാ ബ്ലോക്കാണെന്ന് അറിയാവോ? കിലോമീറ്ററുകളുണ്ടാവും ദൂരം. എന്നാൽ രക്ഷപ്പെട്ടില്ലേ ഇവനെ? അത് മതി ഭാഗ്യം. ഇത് ഇവിടെ ആയതുകൊണ്ടാ. ആ നല്ല ആര് നോക്കാനോ ഇതൊക്കെ. ഇതൊരു നിമിഷം എന്താ വണ്ടി വിടാൻ തുടങ്ങി. വണ്ടി ഇപ്പോൾ അന്ത സൈഡൊക്കെ വിടാൻ തുടങ്ങി കേട്ടോ. അയ്യോ പൊക്കി ഫ്രണ്ട് വണ്ടി മൊത്തം പോയ കേട്ടോ. ഫ്രണ്ടൊക്കെ അത്യാവശ്യം തകർന്ന് തരിപ്പണം കേട്ടോ. ബാരിക്കാരന് ഇടിച്ച് കയറി സാധനം. ഒന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു. ഡീസൽ ഇക്കലും ലീവിനെ, ഡീസൽ ഇപ്പോഴും ലീക്കാ ലീവിനെ. ആ ഇതൊരു ബന്ധുക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് കയറി തന്നു. 2 ആംബുലൻസ് ഉണ്ട്. പോലീസുകാർ ഫെയറൊക്കെ റെഡിയാക്കി. ഇവിടെ അടിച്ചവനെ, ഇവിടെ അടിച്ചിട്ട് ഇതാക്കിയിട്ടാ. നമുക്ക് പോകാടോ ലീവിനെ, നമുക്ക് മാറാം. ഇതിന് എയറാണോ ഈ വണ്ടി? ഏറായിരിക്കും. അല്ല എയറോണ്ട് വണ്ടിയില്ല. വണ്ടി ഏറാ. എയർ ബ്രേക്കാ? ടാങ്ക് ഒന്നും കാണുന്നില്ല. ഇത് എയർ അല്ലല്ലോ ഈ വണ്ടി. ഇത് എയർ അല്ല, ഇത് ഫ്ലൂഡ്. നമുക്ക് മാറിയാൽ കേട്ടോ. ഭയങ്കരം ഭാഗ്യം എന്തല്ല അവരുടെ ദൈവാനുഗ്രഹം. ഇതന്നെ ഈ വണ്ടി അപകടം ഉണ്ടാകുമ്പോഴേ ആൾക്കാരെടുത്തു നമ്മുടെ കേരളത്തിന്റെ പുറത്തോട്ട് ഈ കയ്യിലെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി കുറെ പേര് ഓടി. നൈറ്റ് ഈ നമ്മുടെ മുംബൈ ലൈനില്ലേ അവിടെ ഏറ്റവും ഇല്ല ഈ നമ്മുടെ മലയാളിസ് ഒരാൾ കുടുങ്ങി ഇതേപോലെ ആക്സിഡന്റ് ആയിട്ട്. ചെവിയിലെ കമ്മൽ അവർ അറുത്തിട്ട് പോയി, എന്നിട്ട് ആളെ രക്ഷിച്ചില്ല. അതെ. അയ്യോ എൻ്റെ പൊന്നെ, അവരുടെ ദൈവാനുഗ്രഹം, അവരുടെ സന്തോഷം കണ്ടായിരുന്നു നിങ്ങൾ? ഒന്നും പറ്റി. ഇവിടെ കൂടെ പ്രാർത്ഥനയായിരുന്നു. എനിക്ക് കണ്ടപ്പോ നമ്മുടെ അവസ്ഥ എനിക്ക് പെട്ടെന്ന് ചിന്തിക്കുക വന്നേ. ചവിട്ടിയോ നിങ്ങൾ എന്നാന്ന് ചോദിച്ചായിരുന്നോ? ഒരു ബൈക്ക് ക്രോസ് വന്നതെന്ന്. ഇയാൾ ഒറ്റ ചവിട്ട് കറങ്ങിപ്പോയി, ഒറ്റ ഇടിയെന്ന്. ഈ സൈഡ് വിട്ടിട്ട് ഈ സൈഡ് ബ്ലോക്ക് ചെയ്തു കേട്ടോ. ആ സൈഡ് മൊത്തം ബ്ലോക്ക് ആക്കി. ഇതിനും പൊക്കി മാറ്റി വെക്കണമായിരിക്കും. ഇത് NHR ചെയ്യുന്നല്ലേ? NHRക്കാന്ന് തോന്നുന്നു ഇതിൻ്റെ ഡ്യൂട്ടി. ഡീസൽ മൊത്തം പിടിച്ചിട്ട്. എടാ ബക്കറ്റ് ഇരുന്ന് അറിയുമോ? ഡീസൽ കുറേ പോയി വലിക്കാതെ എന്നാണ് പറയുന്നത്. ഇതിനൊറ്റ വലിക്കുക നേരെ ഇടും. വലിക്കുന്ന സമയത്ത് ഒന്നുകൂടെ മറിയാൻ ചാൻസ് ഉണ്ട്. വണ്ടിക്ക് ഡാമേജ് എന്തായാലും പറ്റും. ഇത് 100%. ഇത് പഴയ വണ്ടി കേട്ടോ. ഇത് തൊട്ട് തൊടിപ്പിച്ച് വെച്ചാക്കുന്ന. ഈ ബോഡി മാറ്റി കയറ്റാതെ വേറെ രക്ഷയൊന്നുമില്ല. ബോഡിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഇല്ലല്ലോ, ബോഡിക്കൊന്നും പറ്റിയിട്ടില്ല. ഈ സൈഡ് കുറച്ച് ഇതായിരുന്നു. ഇത്രല്ലേ പറ്റുള്ളൂ. ഇടിക്കരുത്. അറിയത്തില്ല. വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരികയല്ല. അതായത് വണ്ടി ഇടിച്ച് ഇങ്ങനെ എന്നാ പറയാ, ഇടിച്ച് കയറിയാലാണ് വിഷയം. വലിച്ചിപ്പം കയറ്റും കേട്ടോ. വലിച്ചു ഉണ്ടോ? അതൊന്നും നോക്കൂല അവര്. വണ്ടി തെന്നി വരുവാ. അങ്ങനെ കിട്ടൂല. വലിച്ചിട്ടേ കാര്യമുള്ളൂ. ഇങ്ങനെ ഇവിടെ കെട്ടിയിട്ട് അങ്ങോട്ട് പോക്കേണ്ട കാര്യമുള്ളൂ. പൊക്കി വലിക്കണം കേട്ടോ, അല്ലാതെ കിട്ടൂല. അങ്ങനെ കിട്ടൂല കേട്ടോ, അല്ല 2 എണ്ണം. അതായത് കെട്ടി പൊക്കി വലിക്കണം കേട്ടോ. കിട്ടത്തില്ല കേട്ടോ. അടുത്ത പൊക്കാൻ പോവാ. ഇങ്ങോട്ട് മറിക്കാനോ? തന്നെ ഉദ്ദേശിക്കുന്ന ഇവര്. ഈ വണ്ടി അങ്ങനെ കിട്ടൂല. അല്ല, ചെരിച്ചു വെക്കാനാടാ. അതെ, അയിന ഇങ്ങനെയൊക്കെ വലിക്കുകയാണെങ്കിൽ വണ്ടീന് ഒന്നിനും കൊള്ളൂല കേട്ടോ. എന്താ പറഞ്ഞേ, ഇത് ഇങ്ങനെ ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ വണ്ടി പോയി. ഇതല്ലേ മണ്ടന്മാരാണോ ഇവർ? ഇപ്പുറത്തിട്ട് വലിക്കണ്ടേ ഈ സാധനം അല്ലേ? ഇവിടെ മാറ്റി വെക്കാൻ പറ്റൂല. ഇവിടെ ഇതിന് ഫയർഫോഴ്സ് വരാഞ്ഞേ. ഡീസൽ ഈ ചില്ലൊക്കെ അടിച്ചാൽ ഇനി വണ്ടി കയറ്റത്തില്ല. ശരിയാ. ഈ ഡീസൽ ഓയിൽ എല്ലാ സാധനം മാറ്റണം ഇനി. അതെ, കമ്പി ഇടുന്നുണ്ടല്ലേ? സെൻറ്ററിൽ കൂടി ഇടാൻ വേണ്ടി അങ്ങനെ ഇട്ടാ പൊങ്ങും, അല്ലാതെ പൊങ്ങൂല. ഇങ്ങനെ എടുത്ത് തൂക്കി ഇങ്ങനെയാണ് പൊങ്ങും കേട്ടോ. ഇത് വേറെ കാര്യമുണ്ടെന്നേ. ഇതിപ്പോൾ നമ്മളെല്ലാ പക്ഷേ ടോളിനെ കുറിച്ച് കുറ്റം പറയും. ഇതിപ്പോൾ ടോളുള്ള ആംബുലൻസാണ് ഓടി വന്നത്. ഇവർ പെട്ടെന്ന് തന്നെ നമ്മളെ ടോളിന്റെ ഉത്തരവാദിത്വം ഇവർ പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പെട്ടെന്ന് തന്നെ എല്ലാ പരിപാടിയും ചെയ്തു തരും. ടോളുള്ള റോഡിലാണേല്. വണ്ടി വരാൻ വേണ്ടി നോക്കി. ഡ്രൈവർ ഇയാളാന്ന് തോന്നുന്നു. എത്ര എക്സ്പീരിയൻസ് അല്ല എന്നാ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാൽ, ഏത് ബാസ് കയറി എന്ന് പറഞ്ഞാലും സമയം മോശമാണോ? കുഴപ്പമില്ല. ബൈക്ക് കുറുകെ ചേട്ടാ, ഈ വണ്ടിയിൽ ഇവിടുത്തെ ഗവൺമെന്റ് നിരോധിച്ചാ അങ്ങനെ ഇനി ഇറക്കാൻ പറ്റൂല. ഇത് അപകടമായിട്ട് കുറേ അപകടം ഉണ്ടായിട്ടുണ്ട്.
ഇത് 4 ചക്രമുള്ള വണ്ടിയാണ്, പിന്നെയും ചവിട്ടിയും നിൽക്കും. 6 ശരി, 4 ആയതുകൊണ്ട് 4 ഉള്ളൂ. 4 ഉള്ളൂ, ചവിട്ടിയും നിൽക്കും. നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ ട്രാവലർ ഇങ്ങനെ പൊളയൂലേ, അതുപോലെ പൊളയും. ട്രാവലിന് 26 സീറ്റിലും അങ്ങനെ എന്തോ പ്രശ്നമുണ്ടോ? ഉണ്ടോ? എല്ലാത്തിനും ഉണ്ട് ട്രാവൽ. ആ പൊങ്ങി കേട്ടോ, പൊങ്ങി പൊങ്ങി പൊക്കി 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 പൊങ്ങി പൊങ്ങുന്നു പൊങ്ങുന്നു. ഓ പൊങ്ങി 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 മാറി ഉരുണ്ട് പോകുന്നു. അപ്പം തന്നെ പൊക്കി കേട്ടോ. അത് ഇതിടണം, ഗീറിടണം. ആ അതങ്ങനെ മാറ്റാം. നമുക്ക് പോവാം. നമുക്ക് എത്രയും പെട്ടെന്ന് വണ്ടിയെ കയറി പോകണം, അല്ല വലിയ ബ്ലോക്കിൽ നമ്മൾ പെടും. എല്ലാ വണ്ടികളും കൂടെ പാഞ്ഞു വരും. ഈ സാധനം തമിഴ്നാട്ടിൽ ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ കൊടുക്കത്തില്ല കേട്ടോ. ഇത് ഭയങ്കര അപകടം പിടിച്ച സാധനമാണ്. ഇത് ഈ 407 ചേസ് പൊട്ടിച്ച് പണിയുന്ന ബസ്സാട്ടോ ഈ സാധനം. 407 മാത്രമല്ല, നമ്മുടെ ചെറിയ നമ്മളെ കണ്ട മഹീന്ദ്രയുടെ മറ്റേ വണ്ടിയില്ലേ, കോസ്മോ അല്ലെങ്കിൽ മറ്റേ ഇത് ടൂറിസ്റ്റർ അതൊക്കെ പൊട്ടിച്ചും ഇതേപോലെ പണിയുന്നുണ്ട്. ഭയങ്കര അപകടം. 2 വീലേ ഉള്ളൂ. ഈ വണ്ടി ഹൈറ്റ് കൂടുതലും വീതി കുറവാണ്, വീൽ ബേസ് ഇല്ല. ബാലൻസിന്റെ ചെറിയൊരു പ്രശ്നം വരാം. ഇതിനകത്ത് കണ്ടമാനം ആളെ കയറ്റുന്ന ഇവര് 20 പേരോ 22 പേരെങ്ങാനും കയറ്റും. അതാ സംഭവം. ഈ തെങ്കാശിന്ന് പിന്നെ നമുക്ക് നേരെ കൊല്ലം കയറാൻ എളുപ്പമാട്ടോ. തിരുനെൽവേലി കൊല്ലം ആ റൂട്ടായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 95 കിലോമീറ്റർ ഉള്ളു, പക്ഷെ 2.5 മണിക്കൂർ വേണം. അപ്പൊ റോഡ് അത്ര മോശമായിരിക്കും. രസമാട്ടോ. ഇപ്പൊ ആ സൺസെറ്റ് അങ്ങോട്ട് താന്ന് വരുമ്പോ ഒരു ഫീലിംഗാ. ഫൈനലി ഞങ്ങളങ്ങനെ ഒരു ഹോട്ടലെടുത്തു. അവിടെ തന്നെ ഭക്ഷണം കഴിക്കാൻ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഭക്ഷണം കഴിച്ചു. വണ്ടി ഞങ്ങളിതാ ഈ കാണുന്ന ഇവിടെ പാർക്കും ചെയ്തു. ഇവിടെ 2500 രൂപ, ഓൺലൈനിൽ 2000 രൂപ. അപ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തു. റൂം സാധനമൊക്കെ എടുത്തു. ഇപ്പോൾ ആധാർ സാധനം കൊടുക്കണം. എന്നിട്ട് നേരെ റൂമിൽ കയറി കിടക്കുന്നു. നാളെ തെങ്കാശി കാണാൻ ഇറങ്ങുന്നു. ഇതാണ് നമ്മുടെ പരിപാടി കേട്ടോ. നോക്കൂ, ഫൈനലി ഇതാണ് നമ്മൾ 2000 രൂപയ്ക്ക് 2100 രൂപയ്ക്ക് എടുത്ത നല്ല ഇതൊക്കെ ഉണ്ടല്ലോ. ചവിട്ടാൻ ടൗല്, നല്ല റൂം, അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ. നല്ല AC. അപ്പൊ നമ്മൾ ഓൺലൈനിൽ കയറി ബുക്ക് ചെയ്ത പ്രശ്നം കഴിഞ്ഞു. 300 കുടിക്കാൻ വെള്ളമുണ്ടോ? കുടിക്കാൻ വെള്ളമുണ്ട്. ബാത്റൂം ഇതിലേതാണാവോ? ബാത്റൂം കുഴപ്പമില്ല കേട്ടോ. ഇല്ല കുഴപ്പമില്ല, ചെയ്യാം. കുളത്തൊന്നുമില്ല. കുളത്തൊക്കെ ഒരു ചവിട്ടി പൊളിച്ചെന്ന് തോന്നുന്നു. പിന്നെ അതെന്തോ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നു. അതൊക്കെ തോന്നാകട്ടെ. രാത്രിയിൽ എന്ത് വ്യൂ ആടാ, കിട്ടിയ സ്ഥലം. ഒന്നും കാണത്തില്ല. അതുകൊണ്ട് എന്തും പറഞ്ഞു ഒച്ചവെക്കാതെ. ഇതിനല്ല എന്നാ ചേട്ടാ ഈ കാണുന്നേ? കണ്ടോ, ഐഫോൺ ആയതുകൊണ്ട് ഒന്നും കാണുന്നുമില്ല. അതാ പറഞ്ഞ ഐഫോൺ ആയതുകൊണ്ടൊന്നും കാണുന്നുമില്ല. വാ ഇതടച്ചോ, നമ്മളങ്ങനെ റൂമിൽ കയറാം. ഗൈസ് ഫൈനലി നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ്. നാളെ ഒരു കിടലും വീഡിയോ ആയിട്ട് കാണാം. തെങ്കാശി കാണാം. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും അതിരിക്കും. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് സീ യു. എന്തെങ്കിലും പറയാനുണ്ടോ? ഗുഡ് നൈറ്റ്. ഓക്കെ.